യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച 4-ാം അധ്യായം അവിടെ ചിന്തിച്ചപ്പോൾ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, ഗലേഷ്യൻസ് 4:19, 4:19 അപ്പോസ്തലൻ പറയാം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്യും? പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കും, ഉപവസിക്കും, ഉപദേശിക്കും. ഇതെല്ലാം കൂടെ പോകുന്നതാണ്. സോ നമുക്ക് ഒരാളെ പറഞ്ഞ് ന്യായം വിധിച്ച് നീ സ്വർഗത്തിൽ പോകത്തില്ല, നന്നാകത്തില്ല എന്ന് പറഞ്ഞ് മാറ്റാൻ എളുപ്പമാണ്. അതല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. അല്ല, ക്രിസ്തു ആ വ്യക്തിയിൽ ഉരുവാകുന്നിടത്തോളം ക്ഷമയോടുകൂടി വർക്കൗട്ട്. അല്ലെ, നമ്മളോടും പറയുന്നത് എന്തുവാ? രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ, വർക്കൗട്ട് യുവർ സാൽവേഷൻ. അപ്പോൾ ക്രിസ്തു ഒരുവനിൽ ഉണ്ടാകണം. അതിടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന അവസ്ഥ. പിന്നെയും നമ്മൾ തിരിച്ചു ദൈവസന്നിധിയിൽ വന്ന്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വീണ്ടും രൂപാന്തരപ്പെടേണ്ട ഏരിയകൾ ദൈവസന്നിധിയിൽ. അപ്പോൾ ക്രിസ്തു നമ്മളിൽ പൂർണ്ണമായിട്ട് ഉരുവാകുന്നിടത്തോളം പ്രസവ വേദന അനുഭവിക്കുന്നു, ഞാൻ അതിനുവേണ്ടി വേദനയോടുകൂടി പ്രയത്നിക്കുന്നു, നിന്ന് അനുഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടാണ്. 2 വലിയ ഉദാഹരണമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഹാഗാറിൻ്റെ സന്തതി, ഒന്ന് സാറായുടെ സന്തതി. 2ഉം എബ്രഹാമിൻ്റെ മക്കളാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. 2ഉം ആരുടെ മക്കളാണ്? ദൈവവിശ്വാസത്തിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ മക്കളാണ്. ഹാഗാറിൻ്റെ സന്തതി ആ ബന്ധനത്തിലാണ്, ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ. നമ്മളത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഇതൊക്കെ നമുക്ക് ഹാഗാറിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ ഇസ്മായിലിയൻ മുസ്ലിംസ് എന്നാണ് ഓർക്കുന്നത്. ഇവിടെ ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഗലാത്യ സഭയെ, കൊരിന്ത്യ സഭയൊക്കെ ക്ഷീണിപ്പിച്ച ഒരു ശക്തിയുണ്ട്. ക്ഷീണം വരുമ്പോൾ ഈ പ്രമാണം എടുക്കും, ന്യായപ്രമാണം. ഒരാൾ ക്ഷീണം വരുമ്പോഴാണ് പഴയ നിയമത്തിൽ കൂടുതൽ കിടന്ന് കറങ്ങുന്നത്. നമ്മളെല്ലാം ശുശ്രൂഷിക്കുമ്പോൾ പഴയ നിയമം എടുക്കും, പുതിയ നിയമം തെളിയിക്കുവാൻ. കാര്യം പഴയ നിയമം നിഴലാ, ഷാഡോയാ, പുതിയ നിയമമാ പൊരുൾ, അല്ലെങ്കിൽ ദ റിയൽ വൺ. അല്ല, നമ്മളെ സ്വർഗത്തിലേക്ക്. പഴയ നിയമം അല്ലെ ന്യായപ്രമാണം ആരെയും നീതീകരിക്കുന്നില്ല, ആരെയും പണിയുന്നില്ല, ആരെയും കർത്താവിനെ മണവാട്ടിയാക്കി തീർത്തില്ല. കാര്യം ഒരു യഹൂദനും കർത്താവിനെ മണവാട്ടിയായി തീരത്തില്ല, അവൻ ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനം പ്രാപിച്ചില്ലെങ്കിൽ എന്ന് ദൈവം വചനം വ്യക്തമാക്കുന്നു. യോഹന്നാൻ സ്നാപകനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, പക്ഷേ യേശുവിൽ കൂടി ജനിച്ചവനോ അവനേക്കാൾ വലിയവൻ. അപ്പോൾ അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പഴയ നിയമം, ന്യായപ്രമാണം ഒരാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ കിടന്ന് കറങ്ങുന്നത് തീർച്ചയായിട്ടും അതൊരു മീറ്ററായിട്ട് എടുത്തു. കാര്യം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അത് മുഴുവൻ പറയുന്നു. 5-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ വീണ്ടും അത് തന്നെയാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഒരു സഭയോട് പറയുവാൻ കാരണം, നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയി. അപ്പം മറ്റൊരു സുവിശേഷത്തേക്ക് നമ്മളെ മാറ്റിക്കളയുന്നത് എന്തുവാന്നും ഈ മറ്റൊരു സുവിശേഷമേ. അവിടാണ് നമുക്ക് ഭൗമികത്തിന് പ്രാധാന്യത കൊടുക്കാൻ പറ്റുന്നത്. അവിടാണ് ദേശത്തന്നെ മാനിക്കണം എന്നുള്ള പാട്ടുകൾ ഉള്ള വാക്കുകളൊക്കെ നമ്മുടെ പാട്ടുകളിലും സാക്ഷ്യങ്ങളിലും പ്രവചനങ്ങളിലും വചനങ്ങളിലും ഒക്കെ ദേശത്തന്നെ മാനിക്കണം. യേശുവിനെ മാനിച്ചോ? പഴയ ഭക്തർ പാടിയത് എങ്ങനെയാണെന്നറിയാം? കർത്താവിന് കിട്ടാത്ത ഒരു മാന്യതയും എനിക്ക്. എത്ര പേർക്കത് പറയാൻ പറ്റും? അങ്ങനെ വല്ലതും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാവുണ്ടെങ്കിൽ, യേശുവിൽ വസിക്കുന്ന അതേ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കർത്താവെ ദേശത്ത് മാനിക്കണേ, ദേശത്ത് മാനിക്കണേ. അവിടെ എടപ്പള്ളി പള്ളിയിലും പോയി, കല്ലൂർ പള്ളി, അവിടെയൊക്കെ മലയിലൊക്കെ കയറുന്ന എന്തിനാണ്? ശബരിമലയിലൊക്കെ ദേശത്ത് മാനിക്കണേ. അവരും അതന്നെയാണ്. അവർക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ, ദേശത്ത് എന്നെ അങ്ങ് എല്ലാവരുടെയും മുമ്പിൽ അങ്ങ് വലിയവനാക്കി തീർക്കണേ, മാനിക്കണേ. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ മാത്രമേ ഇതിനുള്ള ഫേവറബിളായ എന്തെങ്കിലും, ലോത്തിൻ്റെ ആടുമാടുകളോ എബ്രഹാമിൻ്റെ ആടുമാടുകളോ മോശയെ മാനിച്ചെന്നോ യോസേഫിനെ രാജാവിന് ഫറവോൻ കഴിഞ്ഞ 2ാമനാക്കി മിസ്രൈമിലെ 2ാമനാക്കി തീർത്തു എന്നുള്ളതൊക്കെ എവിടെ കിട്ടത്തുള്ളൂ? അവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ബിലിയാം പോലും ആത്മാവിൽ പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രാജാവിൻ്റെ അല്ലെങ്കിൽ ഇതൊക്കെ മോഹിച്ചപ്പം ഇതിന് പ്രോത്സാഹനമായി എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കണമെങ്കിൽ അവിടെ കിട്ടത്തുള്ളൂ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇവിടെ ഡെഡിക്കേഷൻ അതേ മക്കൾ, ഇവിടെ പുറത്തെ കാര്യങ്ങളല്ല. ഇത് നമ്മൾ പല കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഗലാത്യ സഭ, കൊരിന്ത്യ സഭ, എല്ലാ സഭകളും ക്ഷീണിച്ചു പോകുന്നു. ഇവിടെ യഹൂദന്മാരുണ്ട്. യഹൂദന്മാരാണ് ആദ്യത്തെ വിശ്വാസികൾ. ജാതികളെന്നും കുത്തിക്കൊണ്ടിരിക്കും. ജാതികളിൽ നിന്ന് വന്ന നിങ്ങൾ ജാതികളല്ലേ, ഞങ്ങൾ അത്രയും തലമുറകളായ വിശ്വാസികൾ, നിങ്ങൾ മിനിഞ്ഞാന്ന് വിശ്വാസി വന്നവരല്ലേ എന്ന് എന്നും പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുന്നത് റോമിൽ നമുക്ക് കാണാം, റോമിലെ സഭയെ കാണാം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് റോമിലെ സഭയ്ക്ക് ഈ യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും ഒരു വിശേഷതയും ദൈവത്തിന് മുമ്പിലില്ല.
നീ കർത്താവിന് വേണ്ടി എങ്ങനെ നിൽക്കുന്നോ അതനുസരിച്ചാണ് നിനക്ക് നീ വിശേഷനായി തീരുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ സ്പെഷ്യലായി തീരുന്നത്. അപ്പം അതൊക്കെ വ്യക്തമായിട്ട് അവിടെ ശക്തമായിട്ട് പറയുവാൻ കാരണം ഈ യഹൂദനെന്നും, അപ്പോൾ യഹൂദൻ പരിച്ഛേദനയ്ക്ക് പ്രാധാന്യത കൊടുക്കുന്നു. യഹൂദൻ ഇവിടെ ഗലാത്യ സഭയോട് പറഞ്ഞു, നിങ്ങൾ ശബത്ത് ആചരിക്കല്ല. പണ്ട് നിങ്ങൾ ചെയ്തിരുന്നു, ഉത്സവങ്ങൾ ആചരിക്കല്ല. നമ്മൾ പഠിക്കാൻ പോയി ഇനി മുൻപോട്ട്. ഉത്സവങ്ങൾ, ദിനങ്ങൾ, ആണ്ടുകൾ ആചരിക്കല്ല, ശബത്ത് ആചരിക്കല്ല. തീത്തോസിനോട് പറഞ്ഞ പോലെ തീത്തോസിനെ പൗലോസ് ഇതിവർ ക്ഷീണിച്ച് ഇവരെയൊക്കെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് ആദ്യം ദേശത്ത് സഭ ഉണ്ടായിരുന്ന പൗലോസിനോട് പറയുക, കൂടെ വന്ന തീത്തോസിനെ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏക്കണം. ആ തീത്തോസ് കർത്താവിൻ്റെ ദാസനായിട്ട് പ്രവർത്തിക്കുക. ഇനി അവന് പരിച്ഛേദനയുടെ കുറവുകൂടെ ഉള്ളൂ. ആത്മശക്തി പ്രാപിച്ച് കർത്താവ് കൃപകൾ കൊടുക്കുന്ന അനുസരിച്ച് വചനം ശുശ്രൂഷിക്കാൻ കൂടെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുക തിമോത്തിയോസിനെയും തീത്തോസിനെയൊക്കെ. തീത്തോസ് പരിച്ഛേദന ഏക്കണം ഗലാത്യ സഭ പറയുക. അത്രത്തോളം അവർ ക്ഷീണിച്ചു. കാരണം ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് അധ്യായം. അപ്പോൾ ഗലാത്യ ഈ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ആഴ്ച ഹാഗാറിൻ്റെ സന്തതി ഇസ്രായേൽ, അവർ ന്യായപ്രമാണത്തിൽ കിടന്ന് കറങ്ങും. അവർക്ക് ആ ബന്ധനം ദേ ആർ ബൗണ്ട് ബൈ ദ ലോ എന്ന് എഴുതിയിരിക്കുന്നത്. അതും ന്യായപ്രമാണം അവരെ ബന്ധിച്ചു വെച്ചിരിക്കുക. ഈ ന്യായപ്രമാണ നിമിത്തമാണ് അവർക്ക് മെസ്സിഹായെ, യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്തത്. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുക രാജാവായിട്ട് വരും. അവർ പ്രതീക്ഷിച്ചത് ഒരു രാജാവിനെയാണ്. ആത്മാവിൽ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ തച്ചൻ്റെ മകൻ ആരാ? മെസ്സിഹായ. താൻ യഹൂദ ഗോത്രത്തിൽ ജനിച്ചു. പഴയ നിയമ പ്രവചനങ്ങളെല്ലാം താൻ ഇപ്പോഴല്ല താൻ രാജാവായി വരാൻ പോകുന്നത്. താൻ ഇനി രാജാവായിട്ട് വരാൻ പോകുന്നു. അപ്പോൾ ഇത് മനസ്സിലാകണമെങ്കിൽ ആത്മാവ് വേണം. ഇവിടെ ന്യായപ്രമാണ അക്ഷരം മാത്രം എടുക്കുക. ഇങ്ങനെ വാക്കുകൾ എഴുതിയിട്ടോ ഇങ്ങനെയാണല്ലോ വചനം എഴുതിയത്. അപ്പം ഇതല്ല മഷിഹ എന്ന് പറഞ്ഞ് രാജാവല്ലല്ലോ താനിപ്പം എന്ന് പറഞ്ഞ് മഷിഹായെ പോലും സ്വീകരിക്കാൻ പറ്റാഞ്ഞ എന്നാ അല്ലല്ലേ ആ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനമാണ്. അതുകൊണ്ട് അവരെപ്പോഴും ആ ബന്ധനത്തിൽ. പക്ഷേ ഇവിടെ സ്തോത്രം, സ്വതന്ത്രയുടെ മകനോ, അവർ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലല്ല. ന്യായപ്രമാണം പല കാര്യങ്ങൾ പറയുന്നു, ആ ബന്ധനത്തിലല്ല. അവരാരാ? ദേ ആർ ഫ്രീ. അവരെല്ലാ പാരമ്പര്യ ബന്ധനത്തിൽ, അവിടെ പാരമ്പര്യമാണ് പറയുന്നത്. ഇവിടെ എല്ലാ പാരമ്പര്യ ബന്ധനത്തിൽ നിന്നും വിടുവിച്ച് ആത്മാവിൽ നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി പുതിയ നിയമ പ്രമാണവും പുതിയൊരു പ്രമാണം കർത്താവ് തന്നിട്ടുണ്ട്. അതുപോലെ അതിനേക്കാൾ ഡീപ്പറായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ വിളിക്കായിട്ടും ശുശ്രൂഷയ്ക്കായിട്ടും ഒരുക്കുന്ന ഡയറക്റ്റ് പരിശുദ്ധാത്മാവ് നമ്മുടെ കോച്ചായിത്തീരുന്ന ഒരു കോച്ചിന് വലിയ പ്രാധാന്യതയുണ്ട്. ഓട്ടക്കാർക്കും അത്ലറ്റ്സിനും ഏതൊരു വിഷയത്തിലും. ഇവിടെ തന്നെ പല പ്രാവശ്യം നമ്മുടെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ മാറ്റി. കളി നോക്കുന്നുണ്ട്, എന്ത് ചെയ്യും? കളി നോക്കുന്നുണ്ട് കോച്ചിനിട്ടാ പ്രശ്നം, കോച്ചിനെ മാറ്റും. കാര്യം ഒരു കോച്ച് ഭയങ്കരമായിട്ട്, ഇപ്പം ഞങ്ങളുടെ ഒരു ബാസ്കറ്റ് കോച്ചുണ്ട്. അതിരാവിലെ 4 മണിക്കൊക്കെ ഗ്രൗണ്ടിൽ, അവിടെ 4 മണിക്ക് വരാത്തവരെ 4 കറക്റ്റ് ആ ഗ്രൗണ്ടിൽ എത്താത്തവരെ അവർക്ക് വേറെ പണിഷ്മെൻറ്റാണ്. അങ്ങനെ എത്രത്തോളം കോച്ച് സ്ട്രിക്റ്റ് ആകുന്നോ അത്രത്തോളം ഔട്ട്പുട്ട് ഫീൽഡിൽ, ഗ്രൗണ്ടിൽ, ട്രാക്കിൽ കിട്ടും. അല്ലെങ്കിൽ പ്രോഗ്രാം, അല്ലെങ്കിൽ എന്തുവാ പ്രദർശനം, അത് ഏതൊരു വിഷയത്തിലും കോച്ച് ടഫായില്ലെങ്കിൽ, കോച്ച് ഇച്ചിരി കോംപ്രമൈസിങ് ആണെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ മസിൽസിനെ കൊണ്ട്, നമ്മുടെ ഈ ശരീരത്തിനെ കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ കാരണം കോച്ചാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കോച്ച് ആരാ? ഗൈഡ് ആരാ? കാര്യസ്ഥനാരാ? നമ്മളെ സഹായകനാരാ? കോച്ചും സഹായകനും ഗൈഡും ടീച്ചറും പ്രൈസ് ദി ലോർഡ് എല്ലാ കാര്യത്തിലും സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്ന നല്ലൊരു കോച്ച് നമുക്കുള്ളപ്പോൾ, അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ് പോകുന്നത് നല്ലത് കാര്യസ്ഥനായിട്ട്, ആസ് എ ഗൈഡ് എന്ന ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നു. ഒരു ഗൈഡായിട്ട്, ആസ് എ ഹെൽപ്പർ എന്ന വേറെ ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ഒരു ഹെൽപ്പറായിട്ട്. ഈ കോച്ച് കുറ്റം വിധിക്കാൻ മാത്രമല്ല, ഈ കോച്ച് നമ്മളെ കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ, സകലത്തിലും ക്രിസ്തുവിനോ വേണ്ടി വളരുവാൻ, നമ്മുടെ വിളി അനുസരിച്ച് നമ്മളെ ഒരുക്കുന്ന ഒരു കോച്ചാ ദൈവമക്കളെ. അല്ല, അങ്ങനെ ഒരു കോച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ, ഒരു പേഴ്സണൽ ട്രെയിനർ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ, ഇത് സഭയായിട്ടല്ല ഇടപെടുന്നത്, കുടുംബമായിട്ടല്ല ഇടപെടുന്നത്. അങ്ങനെയൊക്കെ നമ്മളോട് ഇടപെടുമ്പോഴും ഈ കോച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് നമ്മളോട് ഇടപെടണം. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആ കർത്താവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് മനസ്സിലാകുവാൻ ഇടയായി തീരണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. 1-ാമത്തെ വാക്യം വായിക്കാം. ചാപ്റ്റർ 5 വേഴ്സ് 1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ വീണ്ടും എന്ത് ചെയ്യില്ല? ക്രിസ്തുവിൽ കൂടാണ് ഈ യഹൂദന്മാരും ഒക്കെ ഇവിടെ ഉള്ളവർ എന്തായി തീർന്നത്? സ്വതന്ത്രരായി തീർന്നു. ഈ ഗലാത്യയിലെ ജാതികളും യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാരും എല്ലാം ക്രിസ്തുവിൽ കൂടാ
ഡു നോട്ട് ബി യോക്ഡ് അണ്ടർ ദ ബോണ്ടേജ് ഓഫ് ലോ. താഴോട്ട് വരുന്നുണ്ട് ന്യായപ്രമാണത്തിൻ്റെ ബന്ധനം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മളതാ ചിന്തിച്ചത്. ന്യായപ്രമാണത്തിൻ്റെ ബന്ധനം, പഴയ നിയമത്തിൻ്റെ ബന്ധനം. ന്യായപ്രമാണം എന്തുവാ? ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദ ലോ എന്ന് ഇംഗ്ലീഷ് ബൈബിൾ പൊതുവെ പറയുന്ന പോലെ. ന്യായപ്രമാണത്തിൻ്റെ ബന്ധനം ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി അവിടെ ആവർത്തന പുസ്തകത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ലേവ്യ പുസ്തകത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, സംഖ്യാ പുസ്തകത്തിൽ, അതിലെ യഹൂദനുള്ള ഒത്തിരി പ്രമാണങ്ങളുണ്ട്. ഡ്രസ്സ് പോലും നമ്മൾ ഇടുന്നതിന് 2 ടൈപ്പ് നൂല് ഒന്നിച്ച് ചേർന്ന് വീവ് ചെയ്തത് പാടില്ല. എന്തൊക്കെ പ്രമാണമാണെന്നറിയോ? നെയ്മീൻ നമ്മൾ കഴിക്കുന്നുണ്ട്, ചെമ്പല്ലില്ലാത്ത മീൻ. അത് കഴിക്കുവാൻ പഴയ നിയമം അനുസരിച്ച് പാടില്ല. കുളമ്പ് പിളരാത്ത, അയവിറക്കാത്തത്, ഇത് രണ്ടും ചെയ്യുന്നത് മാത്രമേ കഴിക്കാൻ. നമ്മൾ കഴിക്കുന്ന പല മാംസങ്ങളും ഇത് രണ്ടും ഉള്ളതല്ല. അപ്പം ഇവിടെ എല്ലാം സ്തോത്രം. ഇതിന്നൊക്കെ ക്രിസ്തു നമ്മൾ എന്താക്കി തീർത്തു? ഇനി കിടക്കുന്നു. താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യല്ല, ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നീ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുവാണെങ്കിൽ ഞാൻ കൃപയോടുകൂടി ഉണ്ട്, ഞാൻ ആത്മാവിൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയുണ്ട്. ഈ ആത്മാവിൽ ക്ഷീണിച്ച് വരുമ്പോൾ പിന്നെ ഒരു സംതൃപ്തിയില്ല, മടുപ്പാ. ക്രിസ്ത്യ ജീവിതത്തിൽ പിന്നെ എന്തോ ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്ന. ആത്മാവ് ബി റിന്യൂഡ് ബൈ ദ സ്പിരിറ്റ്. ഈ ആത്മാവ് പുതുക്കം തന്നില്ല, പിന്നെ ക്രിസ്ത്യ ജീവിതവും വചനവും പ്രാർത്ഥനയും ഒക്കെ എന്തുവാ? മടുപ്പ്. ആത്മാവിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു പോകും? എന്നിലും നിങ്ങളിലും ഒക്കെ എന്ത് വരും? പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാം? ഈ പരീശന്മാർ ചെയ്യുന്ന പോലെ, ഹിപ്പോക്രൈറ്റ് കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ, പിന്നെ ഞാൻ ഒരു ഫേക്ക് ഇമേജ് സഭയെ കാണിച്ചാലേ പറ്റൂ. നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ആത്മീയനാന്ന് കാണിച്ചാലേ പറ്റൂ. നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ആത്മീയനാന്ന് കാണിക്കാൻ ഞാൻ ഇനി എന്തൊക്കെ വെള്ള പൂശാമോ, അതിൻ്റെ ഡ്രസ്സിൽ മാത്രമല്ല, ഇതിലല്ല, എല്ലാത്തിലും ഞാൻ പിന്നെ എനിക്കതേ ഉള്ളൂ. പിന്നെ പിടുത്തം. നിങ്ങളുടെ മുമ്പിൽ ആത്മീയനാന്ന് തെളിയിക്കണമെങ്കിൽ പിന്നെ എനിക്ക് വേറെ രക്ഷയില്ല. പണ്ട് പറഞ്ഞ 2 അന്യഭാഷ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നെ എനിക്ക് ആത്മശക്തി ഒന്നും ഇല്ലല്ലോ, ഞാൻ ഉറക്കെ അങ്ങ് കൈകൊട്ട് പിന്നെ അങ്ങ് അലയ്ക്കും ഞാൻ. അപ്പം എല്ലാവരും മനസ്സിലാക്കണം, സഭയിൽ ഞാൻ ആത്മാവിൻ്റെ ശക്തിയാലാണ്. ഈ ഫേക്ക് കലകളും ശരിക്കും ആത്മശക്തിയിൽ ഉറക്ക ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവദാസനും മനസ്സിലാവും, സഭയ്ക്കും മനസ്സിലാവും, പിന്നീട് അവരുടെ പ്രവൃത്തി കൊണ്ട് നാട്ടുകാർക്കും മനസ്സിലാവും. ഹല്ലേലൂയ. സീ, ഈ ഫേക്ക് നമുക്ക് എത്ര നാൾ ഫേക്ക് ചെയ്യാൻ പറ്റും? ഒരു ഫേക്ക് ഇമേജ്, ഞാൻ ആത്മീയനാ ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവമക്കളെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് യഹൂദൻ പറയും, എൻ്റെ പ്രമാണം ഞങ്ങൾ എബ്രഹാം തൊട്ടുള്ളത്, മോശയുടെ പ്രമാണം. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യത കൊടുത്ത് പിന്നെ ഈ പാരമ്പര്യം അനുസരിച്ച് ചില ഈ പറഞ്ഞ ശബത്ത് ആചരിക്കുക, ദിവസങ്ങൾ ആചരിക്കുക, ഉത്സവങ്ങൾ ആചരിക്കുക, അല്ലെങ്കിൽ ആണ്ടുകൾ ആചരിക്കുക, ഓരോ പ്രവർത്തികൾ പഴയ നിയമത്തിൽ നിന്നെടുത്ത്, അല്ലെങ്കിൽ പെന്തിക്കോസിനുണ്ട് ഒത്തിരി പാരമ്പര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാരമ്പര്യം എടുത്ത് നിങ്ങളുടെ മുമ്പ് വെച്ച് കാണിക്കണം ഒരു ഇമേജ്. ഞാൻ ഇപ്പോഴും ആത്മീയനെ കൃപയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇനി വീണ്ടും ഈ കപടഭക്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന് കുടുങ്ങിപ്പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ നിയമത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ, ആത്മാവിൽ വ്യത്യസ്തരായി നിൽക്കണമെങ്കിൽ അതിനൊരു ധൈര്യമൊക്കെ വേണം. അതിനെ ആരെന്ത് ചോദ്യം ചെയ്താലും പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന അനുസരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ 1 കൊരിന്ത്യൻ നമ്മൾ പഠിച്ചു വന്ന വാക്യമാണ് 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. 1 Corinthians 16:13. പരിശുദ്ധാത്മാവ് സഭയോട് പറയുമ്പോൾ ഉണർന്നിരിപ്പിൻ. ക്ഷീണിച്ചു പോയ സഭയോടാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? കൊരിന്ത്യ സഭയോട്. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സഹോദരിമാരോടും പറയുക പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുപ്പീൻ. സഹോദരനും വ്യത്യാസമൊന്നുമില്ല, അത് ഈ ലോകത്തിലേ ഉള്ളൂ. നമുക്കെല്ലാം അഹത്തെ മനുഷ്യന് ഈ വ്യത്യാസങ്ങളില്ല. അവരെല്ലാം ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ വേണം എന്ന് കർത്താവ് മനസ്സിലായിക്കൊണ്ട് ഒരു കുടുംബം സെറ്റപ്പ് വേണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരിയോടും സഹോദരനോടും പ്രായമുള്ളവരും ചില പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണമാകുമ്പോൾ സഹോദരിമാർ പറയും എനിക്കത് നിൽക്കുവാൻ അനുസരിച്ചുള്ള ബലമില്ല എന്നൊക്കെ പറയും. ഇത് സഹോദരൻ, പ്രായം, ചെറുപ്പം, പഴയ വിശ്വാസി, പുതിയ വിശ്വാസി വ്യത്യാസമില്ലാതെ എല്ലാവരോടും പറയുക ഉണർന്നിരിപ്പിൻ. സഭയോട് പറയുന്നത് എന്തുവാ? ആത്മാവിൽ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറയും വിശ്വാസിയാ. വിശ്വാസത്തിലല്ല, എല്ലാത്തിലും കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവിൽ ജീവിതം സമർപ്പിക്കുവാൻ, ദൈവം നടത്തുന്ന പോലും മതി എന്ന് എബ്രഹാമിനെ അല്ലേ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. എബ്രഹാമിനോട് സ്വന്തം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞിട്ട് അതിന് റെഡിയായിരുന്നു. ഏതൊരു വിഷയം പറഞ്ഞാലും റെഡിനെസ്. കർത്താവ് പറയുന്നത് ഞാൻ അനുസരിക്കും. ബുദ്ധിയിൽ എബ്രഹാമിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ?
അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയ തിരിച്ച് കർത്താവ് കാണിക്കാൻ പോകുന്ന ഏതോ ഒരു ദേശം, കണ്ടിട്ട് പോലും ഇല്ല, കേട്ടിട്ടില്ല, കേൾക്കുന്ന ശബ്ദം ഏതാണെന്ന് അറിയത്തില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും കേട്ടു യാത്ര തിരിച്ച എബ്രഹാം ഭോഷനായിട്ടല്ല, ആ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു ബന്ധമാണ്. എന്നെ വിളിച്ച് എൻ്റെ മെസപ്പൊട്ടേമിയിൽ നിന്ന്, എൻ്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്ന്, എൻ്റെ പാരമ്പര്യത്തിൽ നിന്ന്, എൻ്റെ ട്രേഡിൽ നിന്ന്, എൻ്റെ ബിസിനസ്സിൽ നിന്ന്, എൻ്റെ വർക്കിൽ നിന്ന്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സക്സസ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കാര്യത്തിൽ നിന്ന് എന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. ഇതിലും ശ്രേഷ്ഠമായതിലേക്ക് നടത്താമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ വാഗ്ദത്തദേശത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവം ശക്തൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ റോൾ മോഡൽ ആരാ? ബൈബിൾ പുതിയ നിയമത്തിലും എടുത്ത് പറഞ്ഞിരിക്കുന്ന ആരെ പറ്റിയാണ്? എബ്രഹാം ന്യായപ്രമാണത്തിന് മുമ്പേ ഉള്ളവനായതുകൊണ്ടാണ്, ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലുള്ളവനല്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എബ്രഹാമിനെ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിലുള്ള എബ്രഹാം യഹൂദനുമല്ല, എബ്രഹാം ജാതിയനാണ്, മെസപ്പൊട്ടേമിയനാണ്, യഹൂദനല്ല. യാക്കോബിൻ്റെ മക്കളാണ് പിന്നെ ആരായി തീർന്നത്? യഹൂദന്മാരായി തീർന്നത്. അത് പിന്നീട് തലമുറകൾ കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ എബ്രഹാം നമ്മുടെയും പിതാവാണ്, വിശ്വാസത്തിൽ പിതാവാണ്. 2-ാം അധ്യായത്തിന് മുമ്പ് വായിച്ചുള്ളൂ. എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ കൂടെ നമ്മളെ നീതീകരിച്ചതും കർത്താവിൻ്റെ സന്ധിയിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ദൈവമക്കളോട് പറയുക, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം പ്രാപിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഇല്ലേ? പുരുഷത്വം കാണിപ്പീൻ. 1000 പേര് നിൻ്റെ വലതുഭാഗത്തും, 10,000 പേർ, അതുപോലെ ദുഷ്ടശക്തികൾ വന്ന് നമ്മളെ അങ്ങ് ഡ്രെയിൻ ഔട്ട് ചെയ്യുവാൻ, ക്ഷീണിപ്പിച്ച് കളയുവാൻ, ഡിസ്റ്റർബ് ചെയ്ത് കളയുവാൻ, ഈ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ മടിപ്പിച്ച് കളയുവാൻ, ഇതെല്ലാം മതിയെന്ന് വെച്ച് നിർത്തിച്ച് കളയുവാൻ, ഇൻകംപ്ലീറ്റ് ആക്കി തീർക്കുവാൻ. ഈ ഇൻകംപ്ലീറ്റിൻ്റെ ഒരു ആത്മാവുണ്ട്. ആദ്യം വലിയ ശീലത്തോടുകൂടി തുടങ്ങി, പിന്നെ പകുതിക്ക് വെച്ച് എന്താക്കി തീർത്തു? ഇൻകംപ്ലീറ്റ് ആക്കി തീർക്കുവാൻ, അത് ഈ യാത്ര മധ്യത്തിൽ വെച്ച് നിർത്തിച്ച് കളയുവാൻ ഒക്കെ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയെ എന്ത് ചെയ്യണം? പുരുഷത്വം കാണിപ്പിൻ. പുരുഷത്വത്തിൻ്റെ പ്രത്യേകത എന്തുവാ? പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷത്വം കാണിപ്പിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുവാൻ കാരണം, ആരെന്തു പറഞ്ഞാലും, ലോകം എന്തു പറഞ്ഞാലും അവരുടെ മുമ്പിൽ തല കുനിക്കത്തില്ല, അവർ പറയുന്നത് പോലെ കേൾക്കത്തില്ല. എൻ്റെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ വർക്ക് ദാറ്റ് ഔട്ട്. ഒരു മിഷനാണ് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുവാ? ഓരോ ദൗത്യമാണ്. സോ അത് ഞാൻ ഇനി ആരെങ്ങനെ പറഞ്ഞാൽ, ഇതൊക്കെ പരിജ്ഞാനത്തിൽ അടിയുണ്ടാക്കണം എന്നല്ല എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പിണക്കണം എന്നല്ല എൻ്റെ അർത്ഥം, അവിടെ കിടന്ന അതൊന്നും അല്ല. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പീൻ തന്നെയാണ് ദൈവത്തിൻ്റെ കഴിയുമെങ്കിൽ. പക്ഷെങ്കിൽ ദൈവകൃപയോടുകൂടി നമ്മൾ പറയണം, എൻ്റെ പ്രമാണം എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ചേരാൻ പറ്റും. അത് ലോകത്തോട് പറയണം, അത് കുടുംബത്തോട് പറയണം, അത് ക്ഷീണിച്ച് പോയ ട്രഡീഷണലായ ദൈവമക്കളോട് അത് പറയണം. അവർക്കൊക്കെ പല രീതികൾ വേറെയാണ്. എന്നെ വിളിച്ച വിളി അനുസരിച്ച് എന്നെ അങ്ങ് വെറുതെ വിട്ടേർ. ഞാൻ പലരോട് പറയാറുണ്ട്, എന്നെ ഇതിൽ നിന്ന് അങ്ങ് വെറുതെ, എന്നെ ഇതിൻ്റെ അകത്തൊന്നും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും എൻ്റെ മനസ്സിൽ കയറി സ്വപ്നമായിട്ട് തീരത്തില്ല. കാര്യം എനിക്കൊരു ഫോക്കസ് ഉണ്ട്, ഒരു ഗോളുണ്ട്, ഞാൻ അതുവഴി അങ്ങ് പൊക്കോട്ടെ, ഞാൻ എന്നെ ജയിപ്പിച്ച ജോലി ചെയ്തോട്ടെ. ഈ ലോകബന്ധങ്ങളെല്ലാം താൽക്കാലികമാ ദൈവമക്കളെ. കുടുംബ ബന്ധവും, സുഹൃത്ത് ബന്ധവും, അസോസിയേഷൻ ബന്ധവും, ദേശത്തെ ബന്ധവും, എല്ലാ മക്കളുമായിട്ടുള്ള ബന്ധവും, ഭാര്യയുമായിട്ടുള്ള ബന്ധവും, ഭർത്താവുമായിട്ടുള്ള ബന്ധവും, അപ്പനമ്മയുമായിട്ടുള്ള ബന്ധവും ഒക്കെ എന്തുവാ? പറയുവാൻ ധൈര്യമില്ല. വചനം പറയാന്നേ, ക്ഷണികമാ, താൽക്കാലികമാ. ഞാൻ പറയുന്ന ഏറ്റു പറയണ്ട, വചനം പറഞ്ഞാൽ മതി. നിത്യബന്ധമാണ് ആരുമായിട്ട്, അതിന് പ്രാധാന്യത കൊടുത്ത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിയും. ആത്മാവ് നയിക്കുന്ന പോലെ നമുക്ക് പോകാൻ പറ്റൂ. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടാണ് ഇവിടെ എഴുതിയ പുരുഷത്വം ഒരിക്കലും മറന്നുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ പുരുഷത്വം കാണിക്കാത്ത, ഇനി ലോകത്തിലും പുരുഷത്വം കാണിക്കാത്ത ഒത്തിരി ആണുങ്ങളുണ്ട്. ഭാര്യ എന്തെങ്കിലും പറയാം, മക്കൾ എന്തെങ്കിലും പറയാം, അപ്പനമ്മ, സഹോദരൻ, നാട്ടുകാർ, കൂട്ടുകാർ പറയാം, അങ്ങനെ എന്നെ നമ്മളങ്ങനെ എന്തോ അവരെ അങ്ങനെയുള്ളവർ വിളിക്കുന്നത്, ആണും പെണ്ണും കേട്ടോന്നും മണ്ണുണ്ണിന്നും പലതും ഒക്കെ വിളിക്കും. എന്തൊക്കെ ലോകം വിളിക്കുന്ന പേര് എനിക്കെല്ലാം അറിയത്തില്ല. സ്തോത്രം. ബൈബിള് പറയുന്നത് എന്തുവാ? ക്രിസ്തീയ കാര്യത്തിൽ, ആത്മീയ കാര്യത്തിൽ പുരുഷത്വം ആരെന്തു പറഞ്ഞാലും എന്ന് കൊരിന്ത്യ സഭ. അതുകൊണ്ടാണ് ക്ഷീണിച്ചു പോയത്. കൊരിന്ത്യ സഭയെ നീ ക്ഷീണിച്ചു പോയത് അതുകൊണ്ടാണ്. ലോകം മാനിക്കുന്ന വിഷയങ്ങളിലൊക്കെ അത് ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ പോയതാണ് അവർ ക്ഷീണിച്ചു പോയത്. യെസ്, 2 പത്രോസ് 2:20 അവിടും എഴുതിയിട്ടുണ്ട്, ഈ ബന്ധനത്തിൽ കുടുങ്ങിപ്പോകേണ്ടത്. ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അത് വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരോടിന്റെ സ്ഥിതി ആദ്യത്തേക്കാൾ അധികം വഷളായിപ്പോയി. നിങ്ങൾ ഒരിക്കൽ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവരാ, വീണ്ടും അതിൽ പോയി കുടുങ്ങിപ്പോകല്ല. ഡു നോട്ട് ബി എൻടാങ്കിൾഡ് അഗെയിൻ. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വീണ്ടും അതിൽ കുടുങ്ങി മലിനപ്പെട്ടു പോകല്ല.
ഡു നോട്ട് ബി എൻടാങ്കിൾഡ് അഗെയിൻ. പലരും ചോദിക്കുന്ന ചോദ്യം, ശാപമുറിക്കൽ പ്രാർത്ഥന വേണോ? ശാപം രക്ഷിക്കപ്പെട്ട ദിവസമേ മാറിപ്പോയതാ. സ്നാനത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒന്നുകൂടെ എപ്പോഴും ഓർത്തോണം, വചനപ്രകാരം എന്തുവാ? രക്ഷയാ എന്ന് മറന്നു പോകല്ലേ. രക്ഷിക്കപ്പെട്ട ദിവസം, കർത്താവായിട്ട് ഏറ്റു പറഞ്ഞ ദിവസം ശാപം എന്ത് ചെയ്തു? മാറിപ്പോയതാ. പക്ഷെ ബന്ധനം വീണ്ടും വരും. രണ്ടും രണ്ടാണ്. കേഴ്സ്, ബോണ്ടേജ്. കൺഫ്യൂസ്ഡ് ആകല്ലേ. നമ്മുടെ പാപബന്ധനവും ബലഹീനതകളും ലോകസ്നേഹവും ദ്രവ്യാഗ്രഹവും അഹങ്കാരവും സ്വാർത്ഥതയും ഇതുപോലുള്ള ജഡിക സ്വഭാവം വീണ്ടും ഒരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവവൈതലിന് വരാം. നമ്മൾ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ അതിൽ വീണ്ടും വീണ്ടും ആ പഴയ സ്വഭാവത്തിലേക്ക് തീരുമാനം എടുത്ത് പലതും വേണ്ടാന്ന് പറഞ്ഞതിലേക്ക് വീണ്ടും അതിൻ്റെ അകത്ത് ആരാ പോയി തല വെച്ച് കൊടുക്കുന്നത്? ഞാൻ തന്നെ. അതുകൊണ്ടാണ് വീണ്ടും പോയി അതിൻ്റെ അകത്ത് പോയി കുടുങ്ങിപ്പോകല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ശാപം വീണ്ടും നമ്മുടെ മേൽ വരത്തില്ല. പാരമ്പര്യ ശാപവും ഒരു ശാപവും വരത്തില്ല. അതുകൊണ്ട് ഒരു ശാപമുറിക്കൽ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പ്രമാണമില്ല. ശരിക്കും രക്ഷിക്കപ്പെടാത്തവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശാപമുറിക്കൽ പ്രാർത്ഥന പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. അത് ശരിക്കും രക്ഷിക്കപ്പെടാത്തവർ. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും ഡൗട്ടാണ്, എൻ്റെ ശാപം കർത്താവിൽ മാറിയോ? ബൈബിൾ പറയുന്നു, എൻ്റെ ശാപവും എൻ്റെ പാപവും എല്ലാം കർത്താവ് ക്രൂശന്മേൽ വഹിച്ചു. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടുന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞ് അതൊന്നും ഇനി ആ പഴയ ശാപങ്ങളൊന്നും നിൻ്റെ മേൽ ഇനി എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. നിനക്കെതിരെയുള്ള കൈയെഴുത്തുകളെല്ലാം എന്ത് ക്രൂശിൽ മേൽ തറച്ചു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുമല്ലേ. എത്ര വാക്യങ്ങൾ അതിനെപ്പറ്റിയുണ്ട്, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്തോത്രം. പക്ഷേ ബന്ധനത്തിൽ വീണ്ടും കുടുങ്ങിപ്പോണ്ട് ഈ സഭയോട് പറയുക, ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. എന്തുവാ? ഗലാത്യ സഭയോട് ന്യായപ്രമാണം. നിങ്ങൾ ഈ ന്യായപ്രമാണത്തിൻ്റെ ആ ബന്ധനത്തിൽ അല്ല, യോക്ക് ഓഫ് ബോണ്ടേജ് എന്ന് എഴുതിയിരിക്കുന്നത്, അതിൽ നിന്ന് മാറി ആരുടെ നുഖത്തിലാക്കി ആടുണ്ട്? ക്രിസ്തുവിൻ്റെ. ഇപ്പോഴും നുഖമുണ്ട്, അഴിച്ചു വിട്ടിരിക്കുകയല്ല. ന്യായപ്രമാണത്തിൻ്റെ നുഖമല്ല നമ്മളെ. ഇപ്പം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുവാൻ, ക്രിസ്തുവിനോടുകൂടി നിത്യമായി പുതിയ യെരൂശലേമിൽ വസിക്കുവാൻ, ഞാൻ സംസാരിക്കുവാണെങ്കിൽ ആരുടെ മഹത്വത്തിനായിട്ട്? ക്രിസ്തുവിന്. ഞാൻ ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിനെ. ഇന്ന് നമുക്ക് പുകഴുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശു എൻ്റെ ജീവിതത്തിൽ വന്ന നാൾ മുതൽ ഉള്ള മാറ്റം മാത്രമാണ്, ഇല്ലേ? അപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതമായി, ഇല്ലേ? രക്ഷിക്കപ്പെട്ട ദിവസം അതല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി എൻ്റെ സൃഷ്ടായുസ് ഞാൻ എന്ത് ചെയ്യും? ആർക്ക് വേണ്ടി ജീവിക്കും? അങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി ഒരു അല്പസമയം വേർതിരിക്കുന്നുണ്ടോ ദൈവമക്കളെ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. അത് നമ്മൾ തന്നെ വചനപ്രകാരം ശോധന ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ന്യായപ്രമാണത്തിൻ്റെ നുഖത്തിൽ നിന്ന് മാറുക വളരെ ഇമ്പോർട്ടൻ്റാ. ക്രിസ്തു എന്തോ എൻ്റെ ജീവിതത്തിൽ വന്നത്? പല ആൾക്കാർ ചോദിക്കും എന്തുവായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കപ്പ്യാറിനെ സഹായിക്കുന്ന ഈ പള്ളിയിൽ, പാലാരിവട്ടം പള്ളിയിൽ ഒരു പ്രധാനി, അവിടെ ബൈബിളൊക്കെ വായിക്കുക, അവിടെ പ്രധാന ആളാണ് ഓൾട്ടറിൽ. താൻ എന്നോട് ചോദിച്ചതാണ് ഒരാളാണ്, ഈ പണ്ട് എന്തുമായിരുന്നു, അതിൽ നിന്ന് ഇപ്പം നിങ്ങൾ ആ സമുദായ അനുഭവത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ മാറി പെന്തിക്കോസായിട്ട് എന്തുവാ വ്യത്യാസം? അത് പിന്നെ ഒരു ചർച്ചയായി. കുറച്ച് നാൾ ഞങ്ങൾ അവിടെ കടയിൽ തന്നെ ഇരുന്ന് ഒരു അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ചർച്ച. പുള്ളി തന്നെ ലാസ്റ്റ് ഈ സുല്ലൊക്കെ ഇട്ടിട്ട്, നിങ്ങളുടെ വിളിച്ച വിളി അനുസരിച്ച് നിങ്ങൾ പൊക്കോ, എന്തുമായാലും ഭാഗ്യമുണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ എന്ത് ചെയ്തു, ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷം പുള്ളി ചർച്ചയിലേക്ക് കടക്കുന്നില്ല ഇപ്പം. കാര്യം ഒരുമാതിരിപ്പെട്ട പ്രധാന വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു. അതിൻ്റെ തുന്നെല്ലാം POC ബൈബിളിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. കാരണം നമ്മുടെ ബൈബിളിനേക്കാൾ ഒന്നുകൂടി സ്ട്രോങ് ആണ് POC ബൈബിൾ എഴുതിയിട്ടുള്ളത്. അവരതേ വിശ്വസിക്കത്തുള്ളൂ. അതിൽ നിന്ന് തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ആ പുള്ളിക്ക് ആശ്വാസമായി ആ വിഷയത്തിൽ. പക്ഷേ പുള്ളി പറഞ്ഞത്, ഞങ്ങൾ ബൈബിളിലല്ല കൂദാശകളിലും സഭാകാനൂനിലും ഒക്കെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പറ, നിങ്ങൾക്ക് തിരുവചനം പ്രാധാന്യമില്ല എന്ന് പറ. ഇത് തിരുവചനം പ്രാധാന്യത ഉള്ളതാണ്. ഞങ്ങൾക്കൊക്കെ എന്തുവാണ്? തിരുവചനം ആ പ്രാധാന്യത. വചനം എന്തു പറയുന്നു അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനല്ലേ കർത്താവ് പറയുന്നത്. ആ വിളി, ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? കർത്താവ് വിളിച്ച് സ്വതന്ത്രരാക്കി തീർത്തു എന്ന് പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ വിളി ആരുടെ മേലുള്ള വിളിയാണ്? കർത്താവ് യെശയ്യാപ്രവചനത്തിൽ കർത്താവിൻ്റെ മേൽ ഉള്ള വിളിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4:17-18. ലൂക്ക് 4:17-18. ഇത് യെശയ്യാവ് 61 1 വാക്യമാണ്. ഇതിവിടെ അടുത്ത് ഉദ്ധരിച്ചിരിക്കുക. അവന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടിയിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ. ഇത് യേശു കർത്താവ് പറയുക. നമ്മുടെ എക്സാമ്പിളും പുതിയ നിയമത്തിൽ നമ്മുടെ റോൾ മോഡലും പിൻപറ്റാനും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആരെയാ? താൻ ദൈവമാണ്. ദൈവം മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ റോൾ മോഡലായിട്ട് ജീവിച്ചതാണ് യേശു കർത്താവ്. അത് നമുക്ക് വ്യക്തമായിട്ടറിയാം.
അപ്പം യേശുവിനെ പിൻപറ്റുവാൻ, വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർത്തി വരുത്തുവാൻ യേശുവിനെ നോക്കി ജീവിക്കുവാൻ, യേശു യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യുവാൻ, യേശു പോയ പോലെ പോയാലേ യേശു ഇരിക്കുന്നിടത്ത് എത്തത്തുള്ളൂ. അവൻ്റെ ഫോളോ ഹിസ് ഫുട് സ്റ്റെപ്സ്, അവൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുവാൻ ആണ് ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ റോൾ മോഡൽ. അപ്പോൾ യേശുവിൻ്റെ വിളി ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഒറ്റ വാക്കിൽ പറയാം. ആരെ? ബലഹീനതരെ താങ്ങുവാൻ, ദരിദ്രന്മാരോട് സുവിശേഷം പറയാൻ, ബലഹീനരെ താങ്ങുവാൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബദ്ധന്മാർക്കും പീഡിതർക്കും കണ്ണ് കാണാത്തവർക്കും മനസ്സിലാകാത്തവർക്കും ചെവിയേക്കാത്തവർക്കും ക്ഷീണമുള്ളവർക്കും ഒക്കെ പ്രൈസ് ലോർഡ് ബലം കൊടുത്ത്, സൗഖ്യം കൊടുത്ത്, വിടുതൽ കൊടുത്ത് അവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ, അതാണ് എൻ്റെ മേലുള്ളൊരു വിളി. ബന്ധനത്തിലിരിക്കുന്നവരെ മോചിപ്പിക്കുവാനാണ് എൻ്റെ മേലുള്ളൊരു വിളി. പൗലോസ് ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ എൻ്റെ വാക്യങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നെ അപ്പോസ്തലൻ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുക, എന്നെയും വിളിച്ചിരിക്കുന്ന അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും ബന്ധനത്തിലിരിക്കുന്നവരെ മോചിപ്പിക്കുവാനാണ് യേശു എന്നെയും വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ അതിനാണോ വിളിച്ചിരിക്കുന്നത്? യേശുവിൻ്റെ ആത്മാവ്, അതേ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് എന്താ? പൗലോസ് പറഞ്ഞു, യേശുവിൻ്റെ മേലുള്ള അതേ കോളിംഗ് ആണ് എൻ്റെ മേൽ. ബന്ധനത്തിലിരിക്കുന്നവരെ സ്വാതന്ത്ര്യത്തിൽ ആത്മാവിലാക്കുവാൻ. അതിന് ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലാണേലും ഒത്തിരി വിശ്വാസികൾ, ഞാൻ പറഞ്ഞില്ലേ, ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നത്. സ്വന്തം പഴയ നിയമത്തിൽ കിടന്ന് കറങ്ങി അവിടെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടില്ല. അവിടെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യെസ്, അല്ലെ, നമുക്ക് അടുത്ത വാക്യം ഒന്ന് വായിക്കാം. രണ്ടാമത്തെ വാക്യം. നിങ്ങൾ പരിച്ഛേദനയ്ക്കും പഴയ നിയമത്തിലെ കർമ്മകാര്യത്തിന് പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവ് വന്നത്? കർത്താവിൻ്റെ ക്രൂശുമരണവും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഇത്രയും വർഷങ്ങളായി 10-20 വർഷത്തിന് ശേഷമായിരിക്കും എഴുതുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് വിശ്വാസിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതോടൊപ്പം പറഞ്ഞ് ക്രിസ്തു മരിച്ചത് ക്രിസ്തുവും നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. അയ്യോ, എത്ര ഷോക്കിംഗ് അല്ലേ! നിങ്ങളിപ്പോഴും ആ പഴയ നിയമ ന്യായപ്രമാണത്തിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ ക്രിസ്തുവും നിങ്ങളുമായിട്ട് എന്തില്ല? ക്രിസ്തുവിൻ്റെ ക്രൂശ് നിങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. എന്തിനാണ് പിന്നെ ക്രിസ്തു മരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും മൂന്നാമത്തെ വാക്യം. ഇപ്പോൾ പെന്തക്കോസ്ത് സഭ അത്രയും ക്ഷീണിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് പഴയ നിയമത്തിന് പ്രാധാന്യത കൊടുത്തു പോകുന്നുണ്ട്. ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പോസ്തോലിക ഉപദേശത്തിനായിരുന്നു പ്രാധാന്യത കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഭയങ്കര പ്രവചനങ്ങൾ കടന്ന് കറങ്ങുന്നത്, വചനങ്ങൾ കടന്ന് കറങ്ങുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ അറിയാതെ പഴയ നിയമത്തിലെ കാര്യങ്ങൾക്ക് മാത്രമായി പോകുമ്പോൾ വചനം പറയുക ആത്മാവിൽ ക്ഷീണിച്ചു പോകുന്നതാ. ഇവിടെ മൂന്നാമത്തെ വാക്യത്തിലും പറയുക, യു ആർ എ ഡെപ്റ്റർ ടു ദ ലോ, യു ആർ എ ഡെപ്റ്റർ ടു ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. നീ ഏതെങ്കിലും ഒരു കാര്യം നീ അവിടുത്തെ വിഷയത്തിന് പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മുടെ പ്രമാണമാണ്, നമ്മുടെ ആരാധന പ്രമാണമല്ല. ഞാൻ ഓർപ്പിച്ചിട്ടില്ലേ, പഴയ നിയമം വേണ്ടാന്നല്ല എൻ്റെ അർത്ഥം. അവിടാണ് യഹോവയായ ദൈവത്തെപ്പറ്റി നമ്മൾ ശരിക്കും കാണുന്നത്. നിത്യതയെപ്പറ്റിയുള്ള ഒത്തിരി പ്രവചന ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് അവിടാണ്. നമ്മൾ ജീവിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ പ്രൈസ്. പക്ഷേ പുതിയ നിയമവുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോഴാണ് ആ ജീവൻ പൂർണ്ണമായി തീരുന്നത്, നമ്മൾ നീതീകരണം പ്രാപിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് എല്ലാ ദൈവദാസന്മാരിൽ കൂടി വചനം പഠിപ്പിക്കുന്നവർ കൂടെ അങ്ങനെ അത് വരുത്തിക്കത്തുള്ളൂ. കാര്യം ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതല്ലോ, പരിശുദ്ധാത്മാവല്ലേ സംസാരിക്കുന്നത്. നമ്മളെ ക്രിസ്തുവിലേക്കല്ലേ അടുപ്പിക്കേണ്ടത്. നമ്മളെ യഹൂദനാക്കി തീർക്കേണ്ടതല്ല, ലേവ്യനാക്കി തീർക്കേണ്ടതല്ല, യഹൂദ ഗോത്രത്തിലുള്ളവൻ ചെയ്യേണ്ടതല്ല. ക്രിസ്തുവിൽ കൂടി വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തി കർത്താവിനെ മണവാട്ടിയാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് രക്ഷിക്കപ്പെടുന്ന ദിവസം തൊട്ട് കാഹളം മൂന്ന് ദിവസം വരെ, അല്ലെ നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസം വരെ. അതിനുവേണ്ടി നിങ്ങളെ സൗണ്ട് എവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ കണ്ടു. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ് നിങ്ങൾ അതിനാ പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ ക്രിസ്തു എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്. മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു വാക്യത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുത്താൽ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ കടക്കാരനാണ്. കടക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ നമ്മളൊരു കടക്കാരനെ കാണുമ്പോൾ അയ്യോ ഞാൻ തരാമേ ഐ എം ബൗണ്ട്ഫുൾ ടു യു, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ബാധ്യസ്ഥനാണ്. ഒരു ബാധ്യതയാണ് അവിടെ കിടക്കുന്നത്. ഐ എം ബൗണ്ട്, ആ ബന്ധനത്തിലാണ്, ആ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലാണ് എന്ന് മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടാണ് നാലാമത്തെ വാക്യം. ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ ന്യായപ്രമാണമാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വേർപെട്ടു പോയി. കാര്യം ഇത് ക്രിസ്തുവിൻ്റെ കാലമാണ്, ഇത് കൃപായുഗമാണ്, ഇത് പഴയ നിയമകാലമല്ല.
ഇവിടെ ലേവ്യനല്ല ശുശ്രൂഷിക്കുന്നത്, ഇവിടെ അഭിഷേക്തനാണ് ശുശ്രൂഷിക്കുന്നത്. അഭിഷേകം പ്രാപിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് 5 വിധ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് എല്ലാവരും ശുശ്രൂഷിക്കും. ഇവിടെ ലേവ്യനല്ല, ഇവിടെ പഴയ നിയമത്തിലെ നിയമമല്ല നമുക്ക്. ഇവിടെ ആത്മാവ് നയിക്കുന്ന പോലെ പുതിയ നിയമസഭ അപ്പോസ്തലന്മാർ എങ്ങനെ നയിച്ചു, സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുണ്ട്. അതാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പ്രമാണം, അതാണ് നമ്മുടെ ആരാധന പ്രമാണം, അതാണ് പഴയ നിയമത്തിലെ പ്രമാണം. കണ്ണിന് പകരം കണ്ണ, അടിക്ക് പകരം അടിയാ, കൈ വെട്ടി അവൻ്റെയും കൈ വെട്ടും, കൈക്ക് പകരം കൈ, കണ്ണിന് പകരം കണ്ണ്. ടിറ്റ് ഫോർ ടാറ്റാണ്. ഇങ്ങോട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ചെയ്തിരിക്കും. ശത്രുവിനെയൊക്കെ നിഗ്രഹിച്ച് കളയും. ഒറ്റ ഒരെണ്ണത്തിനെ അവിടെ വെച്ചേക്കല്ലെന്നാണ് പറയുന്നത്. അവനെയും അവൻ്റെ ഒന്നിനെയും വെച്ചേക്കല്ല അവിടെ. അമാലേക്കരൊക്കെ എന്ത് ചെയ്തു? അതാ പഴയ നിയമത്തിൻ്റെ പ്രമാണം. പുതിയ നിയമത്തിൻ്റെ പ്രമാണമോ? അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അടിക്കണോ ഒന്നുകൂടെ. എത്ര പേർക്കത് പറയാൻ കൃപയിലിരിക്കുമ്പോൾ അത് പറയാൻ പറ്റത്തുള്ളൂ ദൈവമക്കളെ. അല്ലെങ്കിൽ നമ്മുടെ ജഡം ഉയരും പലപ്പോഴും. ആത്മാവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥകളുണ്ടാവും, ഇല്ലേ? നമ്മുടെ പ്രമാണം വേറെയാ. അത് എത്ര പുതിയ നിയമ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ അത് മനസ്സിലാകുന്നു. ഞാൻ ഹാലലിയ പല കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഇപ്പോഴും നമ്മുടെ പെന്തിക്കോസ് സഭകൾ ഒത്തിരി പാരമ്പര്യം പ്രമാണങ്ങളൊക്കെ വചനത്തിൽ പറയാത്ത, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പറയാത്ത, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് വലിയ ആത്മീയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. തിരുവത്താഴം ലേവി ഗോത്രം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പഴയ നിയമത്തിലുള്ള പോലെ തിരുവത്താഴം ആ ദൈവദാസൻ മാത്രം ഒരുക്കണം. ചിലയിടത്ത് പുളിപ്പൊന്നും ഇടാത്ത ദോശ ഉണ്ടാക്കി, അറിയാമോ? പഴയ ദൈവദാസന്മാർ, പഴയ സഭകൾ നമ്മുടെ വീട്ട് ബണ്ണും ബ്രെഡും ഒന്നും ഉപയോഗിക്കത്തില്ല. അവർ ദോശ ഉണ്ടാക്കും വീട്ടിൽ. അത് ദൈവദാസൻ്റെ ഭാര്യയെ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ദൈവദാസൻ തന്നെ ഉണ്ടാക്കണം. ദോശ പോലൊരു സാധനം ഉണ്ടാക്കും. കാര്യം ഇങ്ങനെ കട്ടിക്കിരിക്കും. അത് പറിച്ച് കഴിക്കുമ്പോൾ അത് വായിലോട്ട് വെക്കാനൊക്കെ പാടാ. കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതുപോലെ തണുപ്പുള്ള ഹോളൊക്കെയാണ്, തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചു മുറിക്കേണ്ടതൊക്കെ വരുമായിരിക്കും. കാര്യം അവരതങ്ങനെ മാവിൻ്റെ അകത്ത് ചുമ്മാ മാവ് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യത കൊടുക്കുക. അത് നിങ്ങളങ്ങനെ അല്ലല്ലോ. ഇപ്പം വന്ന് ആ ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം കൊച്ചു കൊച്ചു ഗ്ലാസ്സിലും പീസ് കഷ്ണമാക്കി, ഞാൻ പറഞ്ഞില്ല, ഓസ്തി പോലെ ആക്കി, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഗ്ലാസ്സിലാക്കി. പക്ഷെ ഒരു കാലത്തും ഈ കഴിഞ്ഞിടെ വരെയും ഇപ്പോഴും പല ഇങ്ങനത്തെ വിഷയങ്ങൾ. ഞാൻ വേറെ ഒരു ദൈവദാസനോടോ ഒരു കുടുംബത്തോടൊക്കെ സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറയും, അയ്യോ ഞങ്ങളെ പപ്പയൊന്നും, പെൺകൊച്ചുങ്ങളാണ്, അയ്യോ ഞങ്ങളെ പപ്പയൊന്നും ആ പ്രെയർ ഹോളിലേക്ക് കയറ്റത്തില്ല. കാര്യം എന്തുവാ? ഞങ്ങൾ പെണ്ണുങ്ങളാണ്, ഞങ്ങൾ അശുദ്ധരാ, ഞങ്ങൾ അതിൻ്റെ തൊട്ട് കയറാൻ പാടില്ല. പഴയ നിയമത്തിൻ്റെ പ്രമാണം. ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതിന് ഏറിയതിനും ഈ പാത്രങ്ങളൊന്നും, തിരുവത്താഴത്തിൻ്റെ പാത്രങ്ങളൊന്നും ഞങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സഹോദരിമാർ കഴുകാനേ പാടില്ല, ദൈവദാസൻ തന്നെ പോയി ഇതെല്ലാം കഴിഞ്ഞ് തിരുവത്താഴം കൊടുത്ത്, തിരുവത്താഴത്തിൻ്റെ സമയത്ത് സഹോദരന്മാർക്കും കഴിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുമല്ലോ, അത് കഴിക്കുമ്പോൾ സഹോദരന്മാർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സഹോദരന്മാരെ തൊടാൻ പാടുള്ളൂ, പിടിക്കാനും പാടുള്ളൂ, കഴിക്കാൻ. ഇതൊക്കെ ഞാനും ഒരു എത്രാം തലമുറയാ? 4ാം തലമുറയല്ലേ? 4ാം തലമുറ വിശ്വാസി. ഒരു അപ്പച്ചനും ഒക്കെ ഉപദേശിമാരായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കണ്ട നമ്മളും വരുന്നത്. ഇതൊക്കെ എവിടുത്തെ നിയമമോ ദൈവമക്കളെ? സഹോദരിമാർക്ക് തിരുവത്താഴത്തിന് ഇവിടെ നമ്മൾ കഴിക്കും. ഇവിടെ വചനത്തിൽ എന്തു പറയുന്നു അതിന് പ്രാധാന്യത കൊടുത്താൽ പോരെ. ഈ അല്ലാത്ത വിഷയത്തിനൊക്കെ പ്രാധാന്യം. ഇവിടെ നമ്മൾ ഇവിടുത്തെ സഹോദരിമാർക്ക് തിരുവത്താഴം എടുക്കുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത് കർത്താവിൻ്റെ മേശയായതുകൊണ്ട് ശുദ്ധീകരണത്തോടുകൂടി ഉള്ളവർ കഴിക്കാനേ പാടുള്ളൂ. കഴിക്കുന്നവർക്കല്ല ഇത് കഴിഞ്ഞും കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തിന് പിന്നെ ഒത്തിരി വിഷയങ്ങളാണ്. സഹോദരിമാർ ചില സമയത്ത് അവർ തിരുവത്താഴം വേണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, അവർ ആ ഒരു മാസത്തിൻ്റെ ഒരു സമയത്തോട് കടന്നു പോകാം. ഇത് പഴയ നിയമത്തിലെ പ്രമാണം. ഇത് പഴയ പെന്തിക്കോസ്തുകാർ എത്ര പേര് ആചരിക്കുന്നു നിങ്ങൾക്കറിയോ? ആരാധനയ്ക്ക് വരത്തില്ല, ആലയത്തിന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അംഗവൈകല്യമുള്ളവർക്ക് പറ്റത്തില്ല, കുഷ്ഠമുള്ളവർക്ക് പറ്റത്തില്ല, ഇങ്ങനെയുള്ള സഹോദരിമാർക്ക് വരാൻ പറ്റത്തില്ല. അത് പഴയ നിയമത്തിലെ പ്രമാണമോ ദൈവമക്കളെ? പുതിയ നിയമത്തിൽ ശരീരശുദ്ധിക്കല്ല പ്രാധാന്യത. കുളിച്ചൊരുങ്ങി തന്നെ പറഞ്ഞേ, നിങ്ങൾ അടുത്ത ആഴ്ച ശരീരശുദ്ധിക്കല്ലെന്ന് പറഞ്ഞ് ആരും വേർത്തുന്ന ആരും ഒന്നും പറഞ്ഞേ. പ്രൈസ് ലോർഡ്. അല്ലേ, അത് നമ്മൾ ജോലിക്ക് നമ്മൾ പോകുന്നില്ലേ? കുളിച്ചൊരുങ്ങിയല്ലേ ജോലിക്ക് പോകുന്നത്. ആരും വേർത്തൊന്നും ജോലിക്ക് പോലും പോകത്തില്ലല്ലോ. സ്തോത്രം. അതിനല്ല പ്രാധാന്യത കൊടുക്കേണ്ടത് ഏതിനാ? ഇവിടെ ശുദ്ധീകരണത്തോട് കഴിച്ചില്ലെങ്കിൽ അനേക രോഗികളായിത്തീരും, അനേകർ നിദ്ര പ്രാപിക്കും. ഒത്തിരി വിഷയങ്ങളുണ്ട്. തിരുവത്താഴം നേരത്തെ എന്നാ പാസ്റ്റേ പറയാം ഞാൻ, അല്ലെങ്കിൽ ഈ പകുതിക്ക് വെച്ച് പറഞ്ഞാലും ചിലരൊന്നും തിരുവത്താഴം കഴിക്കത്തില്ല. പിന്നീടൊക്കെ ചോദിച്ചു, നേരത്തെ നമുക്ക് നാളുകളായി പാസ്റ്റർ ആയതുകൊണ്ട് അറിയാം. അപ്പം നേരത്തെ തിരുവത്താഴത്തിൻ്റെ ആഴ്ച മുമ്പേ, ചില ദിവസങ്ങൾ മുമ്പേ കുടുംബത്തിൽ നിന്ന് മാറിക്കിടക്കുകയും അങ്ങനെ ബന്ധപ്പെടാതിരിക്കുകയും എന്തൊക്കെ പ്രമാണമാണ്. ഞാനും പതുക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പച്ചന്മാർ തൊട്ട് ആചരിച്ചാണ്. തിരുവചനത്തിൻ്റെ അകത്തില്ല, ലേവ്യ പുസ്തകത്തിൽ എഴുതിക്കോട്ടെ, ആവർത്തന പുസ്തകത്തിൽ എഴുതിക്കോട്ടെ, സംഖ്യാപുസ്തകത്തിൽ എഴുതിക്കോട്ടെ. അത് യഹൂദനുള്ള പ്രമാണമല്ലേ?
തിരുവനന്തപുരത്തിൻ്റെ അകത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും അവർക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശുദ്ധീകരണത്തോടു കൂടി പാപമില്ലാതെ ഈ ഭയങ്കരമായിട്ട് ഈ പുറത്തെ വിഷയത്തിന് ഇങ്ങനെ ഈ യഹൂദൻ്റെ കൂട്ടി ഇങ്ങനെ കാണിച്ച് കപടഭക്തിക്കാരനകത്തേ ഉള്ളൂ പലവിധ രഹസ്യമായ പാപം. ആ സ്ത്രീ പാപിണിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നവർ മുഴുവൻ കപടഭക്തിക്കാരാണ്. ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും അതിനകത്ത് കണ്ടേനെ. അവരാണ് ഈ പെണ്ണിനെ കല്ലെറിയാൻ പോകുന്നത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ പാപമില്ലാത്തവൻ എന്ത് ചെയ്യട്ടെ. പറയേണ്ടവൻ പറഞ്ഞപ്പോൾ ന്യായവിധിക്കുന്നവൻ അധികാരത്തോടുകൂടി പറഞ്ഞപ്പോൾ യഹൂദൻ കേൾക്കുന്നവനല്ല. അത് ആത്മാവിൽ ശക്തി അവരെ സ്ട്രൈക്ക് ചെയ്തു, അവരുടെ ദൈവഭയം കൊടുത്തു. കല്ലിട്ടിട്ടല്ലേ. കാര്യം ഈ 7-ാം കൽപ്പനയെ തന്നെ മുഴുവൻ വീണ് കിടക്കുന്നവനായി കല്ലെടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാധാന്യത കൊടുക്കുമ്പോൾ പുറത്ത് എന്നെ പിടിച്ചിട്ടില്ലല്ലോ, നിങ്ങളാരും എന്നെ പിടിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തു ചെയ്യാം, രഹസ്യഭാവത്തിൽ തുടരാം. ഇങ്ങനെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് കുടുംബങ്ങളിൽ വസിക്കുവാൻ കഴിയുന്നില്ല. ഗലാത്യ സഭയെ പോലെ കൊരിന്ത്യ സഭ പരിശുദ്ധാത്മാവിന് വ്യക്തികളിൽ വസിക്കുവാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കുവാൻ. പരിശുദ്ധാത്മാവിന് ഇന്നത്തെ കാലത്ത് പല സഭകളിൽ വസിക്കുവാൻ കഴിയുന്നില്ല. ഈ പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞ സാ വെച്ചുള്ള പാട്ടുകളെ ആദ്യം പാടാവും. സ്തുതി, സ്തോത്രം, ഇതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞത്. ഞാൻ വെളിയിൽ ജനിച്ചു വളർന്നും പഠിച്ചൊക്കെ ഞങ്ങളുടെ അവിടെ കൂട്ടായ്മയിൽ ഇതൊന്നുമില്ല. പപ്പ അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പിന്നെ നാട്ടിൽ വന്നിട്ടും ഞങ്ങളിങ്ങനെ ശുശ്രൂഷയിലൊക്കെ, പക്ഷേ പിന്നെ വന്നിട്ട് പല കാര്യത്തിലും വന്ന് സഭയിൽ പല പഴയ വിശ്വാസികൾ വരുമ്പോൾ പാസ്റ്റ് എന്നാലും ആ പാട്ട് തുടക്കത്തിൽ പാടിയത് അതല്ലായിരുന്നല്ലോ, അത് ആരാധന പാട്ടല്ലല്ലോ. അത് സിയോങ്കിതാവിലുണ്ട് പാസ്റ്റ്, ആരാധന പാട്ടെന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. അതിൻ്റെ അകത്തുനിന്നേ നമ്മൾ പാട്ട് പണ്ട് തൊട്ട് പാടാറുള്ളൂ. അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിലർ പറയും പസിന്ന് എനിക്ക് ആരാധിക്കാൻ പറ്റില്ല, പാസ്റ്റായി എടുത്ത പാട്ട് ഞാൻ അർത്ഥമുള്ള പാട്ടുകൾ എടുക്കുന്നത്, അത് വളരെ സ്ലോ ആയിപ്പോയി. അപ്പോൾ എന്തൊക്കെയാണ് സിസ്റ്റം നമ്മൾ ആചരിക്കേണ്ടത്? ഇതിൽ ആചാരങ്ങളാ, തിരുവചനത്തിലില്ല. ആരാ പറഞ്ഞത് ഇങ്ങനെ പാട്ടെടുത്ത് സ്പീഡ്? ഈ പഴയ എഞ്ചിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? Mark 2 Mark 3 ഒക്കെ അംബാസഡർ കാറിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പഴയ Mark 3 ഉണ്ടായിരുന്നു. അത് പിന്നെ ഡീസൽ എഞ്ചിൻ കയറ്റി. പക്ഷേ പഴയ പെട്രോൾ എഞ്ചിനിൽ എന്തോ ക്രാങ്ക് സ്റ്റാർട്ടോ എന്തോ അതിനെ പറയുന്നത്, ക്രാങ്ക് സ്റ്റാർട്ട് എന്ന് അതിന് പറയുന്നത്. അത് ഒരു ഡീകംപ്രഷൻ ലിവർ പിടിച്ചിട്ട് അതിങ്ങനെ അപ്പം കറക്കാൻ സ്പീഡ്. എന്നിട്ട് ഡീകംപ്രഷൻ ലിവർ പെട്ടെന്ന് അങ്ങോട്ട് വിടുന്നുണ്ട്, ചക്ക് 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 ഇങ്ങനെ. ഈ വണ്ടി പ്ലെയിൻ ആണെങ്കിലും ടേക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെ? ആ റൺവേയിൽ സ്പീഡിൽ ഓടാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും എത്ര പൈലറ്റുമാരാണെന്നറിയാം, അങ്ങോട്ട് കാലാവസ്ഥ നിമിത്തവും കാണാൻ പറ്റാതെ സ്പീഡിൽ കയറിയില്ലെങ്കിൽ അങ്ങനെ എൻഡ് ഓഫ് ദ റൺവേ വന്നിട്ട് തിരിഞ്ഞിങ്ങ് വരും. അത് പിന്നെ ഒത്തിരി ഡിലേ ആണ്. പിന്നെയും ആ പ്രോസസ്സിൽ കൂടെ അടുത്ത സിഗ്നൽ കിട്ടുമ്പോൾ വരെ അവിടെ വെയിറ്റ് ചെയ്യണം, 1/2 മണിക്കൂർ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പക്ഷേ വേണ്ട പോലെ സ്പീഡ് എടുത്തില്ലേ പൊങ്ങത്തില്ല പ്ലെയിൻ. അതുപോലാണോ ആരാധന? സ്പീഡ് എടുത്ത് ഞാനതുകൊണ്ട് നമ്മുടെ സഭകളിലേ വായിക്കത്തുള്ളൂ. അല്ലാതൊന്നും എനിക്ക് നമ്മൾ പണ്ട് തൊട്ട് ഈ കൺവെൻഷനൊക്കെ നമ്മുടെ തന്നെ കൺവെൻഷനുകൾക്കൊക്കെ പാടുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴും സ്പീഡിലൊക്കെ പാടാനൊക്കെ അറിയാം. പക്ഷേ ഇവിടെ അങ്ങനല്ല. അതുകൊണ്ട് മോനൊക്കെ കീബോർഡൊക്കെ വായിക്കുന്നവരും ആരാധിക്കുന്നവരൊക്കെ ഉണ്ട് നയിക്കുന്നത്. ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം 80 തുടങ്ങും ടെമ്പ് പാടാൻ. പിന്നെ അതിങ്ങനെ പോയി പ്ലസ് ഇങ്ങനെ പ്ലസ് ആ പ്ലസിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അതിൻ്റെ അത്. അതിങ്ങനെ അടിച്ചു വരും. അത് 90 ആവും, 91 ആവും, 100 ആവും, 120 ആവും, 125 വരെയൊക്കെ പോകും, 130. അപ്പോഴത്തേക്ക് അതിനർത്ഥം എന്താ? തീ കത്തിക്കുക സോറി. അങ്ങനെ വന്നാലേ ആൾക്കാർക്ക് എന്ത് വരത്തുള്ളൂ. നിങ്ങൾ ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കോട് ഒരു മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് അവിടുത്തെ കോലാഹലം കണ്ടിട്ട് വരിക. ഞാൻ ആ പാടാൻ വന്ന ദേവദാസൻ വേറെ ദേവദാസനാണ്, ഇവരുമായിട്ട് സിങ്ക് ആകുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. പുള്ളി ഒന്നിച്ചിരി അത്രയും അങ്ങോട്ട് സ്പീഡിൽ പോകാൻ പറ്റിയില്ല. പ്രായമുള്ള ദേവദാസൻ ആകെപ്പാട് പാടുന്ന പിള്ളേർ ഇതൊന്നും നോക്കിയില്ല. പുള്ളി വന്നില്ലല്ലോ, അവർക്കിതല്ലേ ശീലം. അവരൊരു പോക്കും പോയി, ദേവദാസൻ വേറെ ആകെപ്പാട് അലങ്കോല. അവസാനത്തെ പാട്ടെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ആരാധിക്കാൻ ഞാനോട് പിന്നെ മൈക്കെടുത്ത ദേവദാസൻ പയ്യനോട് ഞാൻ പറഞ്ഞു, ഒന്ന് സഹകരിക്കുക, പാടട്ടെ, ആൾക്കാർ പാടട്ടെ. ഇത് അർത്ഥം ധ്യാനിച്ച് പാടാനല്ല ദൈവമക്കളെ. സ്പീഡ് എടുത്താലേ ആരാധിക്കാൻ പറ്റൂ. എന്തൊക്കെ ആചാരങ്ങൾ കുറേ പഴയ നിയമത്തിൽ നിന്നെടുത്തും കുറേ അപ്പച്ചന്മാരിൽ നിന്ന് കിട്ടിയതും. ദൈവമക്കളെ സ്പീഡൊന്നും വേണ്ട, പാട്ട് പോലും പാടണ്ട ആരാധിക്കാൻ. പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കാം, വചനം ധ്യാനിക്കുമ്പോൾ ആരാധിക്കാം, വാഹനം ഓടിക്കുമ്പോൾ ആരാധിക്കാം, ജോലി ചെയ്യുമ്പോൾ ആരാധിക്കാം. ആദ്യം മനസ്സിലാക്കണം, അല്ല വചനം എന്തുവാന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒത്തിരി ആചാരങ്ങളിലും അങ്ങനെയുള്ള ഒത്തിരി പഴയ നിയമ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സംബന്ധിച്ചൊരുക്കൊണ്ട് ഞാൻ പറയുന്നില്ല, മുൻപോട്ട് പോവാം. കാര്യം ഇതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഞെട്ടും ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. ഇതിനൊക്കെയാണ് പ്രാധാന്യത കൊടുക്കുന്നത്. പ്രാധാന്യത കൊടുക്കേണ്ട വിഷയമല്ലേ ശുദ്ധീകരണം. ഈ മൺപാത്രം, ഇത് മൺപാത്രമാണ്. ഇത് പെട്ടെന്ന് ഈ ലോകത്തിലെ അഴുക്കിൻ്റെ അകത്ത് കയറും. ചെവി കൂടും, കണ്ണിൽ കൂടും, ചിന്തയിൽ കൂടും. അകത്ത് തന്നെ ജഡമുണ്ടല്ലോ, ജഡത്തിലല്ലേ വസിക്കുന്നത്.
ഈ ജഡം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോകത്തിൻ്റെ അവസ്ഥകളിലെ ഉള്ളിൽ ചിന്തകൾ, പാപങ്ങളോ ബലഹീനതകൾ കൂടെ ഒക്കെ പ്രവർത്തിക്കും. ആ പ്രാധാന്യത ഏതിനാ? പരിശുദ്ധാത്മാവ് ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ. ഇത് മൺപാത്രമാണ്, ഇത് ആലയമാണ്, ഇത് ആരുടെ ഭവനമാണ്? ടെമ്പിൾ ഓഫ് ഗോഡ്, ദ ഹൗസ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ഭവനമായിട്ടാണ് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് അല്ലാത്ത സമയത്തും കാണുന്ന ലോകത്തിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ഞായറാഴ്ച കൃപയല്ല, ഞായറാഴ്ച അന്യഭാഷയല്ല. നിങ്ങൾ ഓർത്തോണം, എപ്പോഴും ദൈവത്തിന് വസിക്കുവാൻ, എപ്പോഴും ദൈവത്തിന് വസിക്കുവാൻ, എപ്പോഴും ദൈവകൃപയോടുകൂടി നിൽക്കുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഇതാണ് ഗലാത്യ സഭയോട് ഓർപ്പിച്ച് ആ 4-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ച്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കാൻ ഇഷ്ടിക്കുന്നെങ്കിൽ, നിങ്ങൾ ന്യായപ്രമാണത്തിന് ആ പ്രാധാന്യത, ആ ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ആ വർഷിപ്പ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അവിടുത്തെ ജീവിത രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അവിടെ ഉള്ള കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കും. നിങ്ങൾ കൃപയിൽ നിന്ന് എന്ത് ചെയ്തു? വീണുപോയി. കൊരിന്ത്യ സഭയോടൊക്കെ പറയുക, നിങ്ങളിലുള്ള കൃപ വ്യർത്ഥമായി പോകല്ലേ. ലെറ്റ് നോട്ട് ദ ഗ്രേസ് വിത്തിൻ യു ബി ഇൻ വെയിൻ എഴുതിയിരിക്കണം. ലെറ്റ് നോട്ട് ബി വേസ്റ്റഡ്. നിങ്ങളിൽ എന്തുണ്ട്? ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട് ദൈവമക്കളെ, അത് വ്യർത്ഥമായി പോകല്ലേ. കൃപയിൽ നിലനിൽക്കണേ. അപ്പോസ്തല പ്രവൃത്തി പെട്ടെന്നൊന്ന് വായിച്ച 13:43, ആക്ട്സ് 13:43. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളും ചിലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിച്ചു. യഹൂദന്മാര്, പഴയ നിയമ ഭക്തന്മാർ, കൃപ എന്തുവാന്ന് അറിയാത്തവർ. പഴയ നിയമ ഭക്തന്മാരുടെ പ്രത്യേകത എന്തോ? ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഗ്രേസ്. യേശുവിൽ കൂടെ അല്ലേ കൃപ. കൃപ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ഒരുക്കുന്ന, നമുക്ക് ബലം നൽകുന്ന, നമുക്ക് ജ്ഞാനം നൽകുന്ന, നമ്മളെ യേശുവിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യരാക്കി തീർക്കുന്ന കൃപ പഴയ നിയമ ഭക്തർക്ക് അറിയത്തില്ല. കാര്യം ആ പ്രമാണത്തിൽ അതില്ല. പഴയ നിയമ ഭക്തർക്ക് വളരെ സന്തോഷം തോന്നി. ഇവരുടെ മധ്യത്തിൽ അപ്പോസ്തലൻ കൃപയെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ, പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞു, ദൈവത്തിൻ്റെ ശരിക്കും ജീവൻ പ്രാപിച്ച വിത്ത് വീണപ്പോൾ അവർ ജീവൻ പ്രാപിച്ച് കർത്താവ് കണ്ടിട്ടുള്ള യഹൂദന്മാർ അവർ അപ്പോസ്തലന്മാരെ പുറകെ പിൻപറ്റിയിട്ട് പറഞ്ഞു, അവരെ എന്ത് ചെയ്ത? കൃപയിൽ എങ്ങനെ നിലനിൽക്കണമെന്ന് അവരെ വചനത്തിൽ കൂടെ ഓർപ്പിച്ച് പ്രബോധിപ്പിച്ചു. അപ്പോൾ ഓരോ വിശ്വാസിയും എങ്ങനെ നിലനിൽക്കണം? ടു കണ്ടിന്യൂ ഇൻ ഗ്രേസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പഴയ ആൾക്കാർ, പഴയ അപ്പച്ചന്മാർ, പഴയ ഭക്തർ, പഴയ സഭക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നതാരും ചോദിക്കുന്നത്, ഇന്ന് ഏത് സഭയിലാണ്? ഇപ്പോഴും ആ സഭയിലാണോ? കാര്യം ഇപ്പോൾ ഇവിടുന്ന് ചാടി അവിടെ ചാടും, കുറച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ചാടി, അതുകൊണ്ട് ഇപ്പോഴും ആ സഭയിലാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ശരിക്കും ചോദിക്കേണ്ട ചോദ്യം എന്തുവാ? ഇവിടെ ചോദിച്ച പോലെ, ആർ യു സ്റ്റിൽ ഇൻ ഗ്രേസ്? ആർ യു കണ്ടിന്യൂയിങ് ഇൻ ഗ്രേസ്? പഴയ നിയമ ഭക്തർ പല കേരളത്തിൽ ചോദിക്കുക, നിങ്ങൾ കൃപയിലാണോ ഇപ്പോഴും? സഹോദര, കൃപയിലാണോ? വിശ്വാസിയാണോ എന്ന് ചോദിക്കത്തില്ല. കാര്യം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. ഒരുപാടുപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സഭയിലൊക്കെ അങ്ങ് പോകും. പോയില്ലേ, ഇപ്പം ഓൺലൈൻ കൂട്ടായ്മ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പോകാത്തവർക്ക് പിന്നെ എന്തുണ്ട്? ഒത്തിരി ഓൺലൈൻ കൂട്ടായ്മ, അതിങ്ങനെ ഞായറാഴ്ചകൾ വന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് ചാനൽ മാറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം കണ്ടിട്ട് അങ്ങ് തൃപ്തിപ്പെടും. ഞാൻ ഇന്ന് ആരാധന കൂടിയല്ലോ ഓൺലൈനായിട്ട് ഫോണിൽ കൂടെ. ഇതൊന്നും അല്ല ദൈവമക്കളെ. കൃപയിൽ നിലനിൽക്കുന്നോ? കൃപയിൽ നിലനിൽക്കുന്ന ഒരാളോട് ഇടപെടുമ്പോൾ ആ കൃപ വ്യാപരിക്കും. കൃപയിൽ നിലനിൽക്കുന്നവന് പഴയ നിയമമോ പാരമ്പര്യമോ ഇവരെ ഒന്നും, ആ സഭ എങ്ങനെ പോകുന്നു അതൊന്നും പറയാനില്ല. കൃപയിൽ നിലനിൽക്കുന്നവൻ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇന്നും കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, കർത്താവ് എന്നോട് ഇടപെടുന്നു, കർത്താവ് എന്നോട് സംസാരിക്കുന്നു. ഇതുവരെ എന്നെ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയിട്ടില്ല ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന്. അത് എൻ്റെ മിടുക്കല്ല, എൻ്റെ തീരുമാനത്തിൻ്റെ ബലമല്ല, ഞാൻ വെറും ബലഹീനനാ. പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് ബലം തരുന്നുണ്ട്. ആ ബലത്തിൻ്റെ പേരാണ് കൃപ. എൻ്റെ കർത്താവ് എനിക്ക് ജ്ഞാനം തരുന്നുണ്ട്. വലിയ ജ്ഞാനികളുടെ മധ്യത്തിലും ലജ്ജിച്ചു പോകാൻ, നിൽക്കാൻ, സംസാരിക്കാൻ ആ ജ്ഞാനത്തിൻ്റെ പേരാണ് കൃപ. ബലഹീനതയിൽ നിന്നെ ശക്തനാക്കുന്ന ഒരു കൃപ. പ്രൈസ് ലോർഡ്. ആ കൃപ മക്കളെ, കൃപയുടെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കണം. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവന് പിന്നെ പഴയ നിയമത്തിലും ന്യായപ്രമാണത്തിലും അതിൻ്റെ പ്രവൃത്തികളിലും അതിന് പെന്തിക്കോസിൻ്റെ ആചാരങ്ങളാണെങ്കിലും അതിലൊന്നും കിടന്ന് കറങ്ങത്തില്ല. ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എന്തിനാ പ്രാധാന്യത കൊടുക്കുന്നതെന്ന് അറിയാം. പക്ഷെ വചനം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല ദൈവമക്കളെ. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമായി പോകല. മുട്ടുമടക്കുമ്പോൾ കർത്താവേ, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമായി, ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടോ?
പ്രൈസ്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യത്തിനാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാധാന്യത കൊടുക്കേണ്ട കാര്യത്തിനൊന്ന് പ്രാധാന്യത കൊടുത്തു നോക്കിക്കേ. നിൻ്റെ ഓരോ വിഷയങ്ങളും ദൈവം ഭംഗിയായിട്ട് നടത്തുന്നേ. ഇത് വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ട കാര്യമാണ്. അല്ല നമ്മളിരുന്ന് ഇങ്ങനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടും ആരെങ്കിലും വന്നിട്ട് ആരെങ്കിലും കൊടുത്ത് പ്രവചിപ്പിച്ചിട്ടും ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇത് നമ്മൾ കൃപയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അതിമനോഹരമായിട്ട് നമ്മുടെ പദ്ധതി അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ പദ്ധതി അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ അത് നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യമല്ല നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് അതിലും ശ്രേഷ്ഠമേറിയ പദ്ധതിയുണ്ട്. നമ്മളിൽ കൂടെ അനേകരെ നേടുവാനായിട്ടുണ്ട് ദൈവമക്കളെ. ഈ കൃപ അതിനു വേണ്ടിയാ, ഈ അഭിഷേകം അതിനു വേണ്ടിയാ. ഈ അഭിഷേകം ദേശശക്തിയെ കീഴ്പ്പെടുത്തുവാനും അതിൻ്റെ ബന്ധനത്തിലിരിക്കുന്നവരെ അനേകരെ സ്വാതന്ത്ര്യരാക്കാനാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ്. അന്യഭാഷ സംസാരിക്കുവാനല്ല, അതതിൻ്റെ അടയാളം മാത്രമാണ്. പുതുഭാഷകൾ സംസാരിക്കുവാണെങ്കിൽ ആത്മാവ് എന്നിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നൊരു അടയാളം, ജാതികളുടെ മുമ്പിൽ ഒരു അടയാളം, ദേശത്തൊരു അടയാളം. സാത്താന് മനസ്സിലാക്കണം, എനിക്കിപ്പോഴും സ്വർഗീയ ഭാഷയിൽ എൻ്റെ കർത്താവിനോട് സംസാരിക്കാൻ പറ്റും. സാത്താൻ കേൾക്കാതെ, സാത്താൻ അന്യഭാഷ എന്തോ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ദൈവമക്കളെ? അല്ല, മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ സാത്താന് മനസ്സിലാവും, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാലും സാത്താന് മനസ്സിലാവും. അവൻ അവിടെ ഒക്കെ കയറി. പക്ഷെ അന്യഭാഷയിൽ ബൈബിൾ പറയുന്നു അതാർക്കും മനസ്സിലാകുന്നില്ല. എൻ്റെ കർത്താവിനോട് ഞാൻ ആത്മീയ മർമ്മങ്ങൾ സംസാരിക്കുന്നു. കാരണം ഇതൊരു പ്രത്യേക കോഡാണ്. ഇത് ആർക്കും ഡീകോഡ് ചെയ്യുവാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷയല്ല ഞാൻ പിന്നീട് സംസാരിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ കർത്താവിനോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ ഉച്ചരിക്കാൻ തരുന്നത്. ഇതിനൊക്കെ ആഴങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യെരുശലേമിലെ സഭയോട് പറഞ്ഞ ഒരു കാര്യം കൊടുത്ത് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഹീബ്രു 12:15. വല്ല കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർഗണത്തുകാരനോ ഒരു ഊണിലെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലോ അബദ്ധനായി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളു. ആരോടാ ഇത് പറയുന്നത്? അഭക്തനായി തീരില്ല, പാപിയായി തീരല്ല, ഏശാവിനെ പോലായി തീരല്ല. ആരോടാ ഇത് പറയുന്നത്? ദൈവസഭയോട് പറയുക. അതും ആദ്യത്തെ ദൈവസഭയോട്. ഒറ്റ പ്രസംഗത്തിന് 3000 പേര് രക്ഷിക്കപ്പെട്ടതും ആദ്യമായിട്ട് അഭിഷേകം പ്രാപിച്ച യെരുശലേമിലെ സഭയോട് പറയുക, ആരും കൃപ വിട്ട് അകന്നു പോകല്ലേ, സഭ വിട്ട് പോകല്ലേ എന്ന്, പ്രസ്ഥാനം വിട്ട് പോകല്ലേ എന്നല്ല ഇവിടെ പറഞ്ഞത്. ഏത് കൃപയെ സഭയിൽ നിന്നാലും കൃപയിൽ നിൽക്കുന്നവരും ഉണ്ട്, നിൽക്കാത്തവരും ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ആരും കൃപ വിട്ട് അകന്നു പോകല്ലേ. അകന്നു പോയാൽ എന്തോ പോലൊക്കെ ആയി തീരും. ഒന്നുകൂടെ വായിച്ചേ പെട്ടെന്ന്. ഉടനെ പിന്നെ എന്തുണ്ടാവും? കയ്പ. ഞാൻ പല ദൈവമക്കളോട്, ഇതുപോലെ ആത്മാവിൽ ക്ഷീണിച്ച ദൈവമക്കളോട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ആരുടെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ പൊട്ടുമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പുകയുക. ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ടുണ്ട്, എന്തിനാണ് നിങ്ങളീ കിടന്ന് പുകയെന്ന് എന്ന് ഞാൻ മനസ്സിൽ ഓർത്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മളവർ അവർ ഓൾറെഡി തീ പുകഞ്ഞ് നിൽക്കുക, കയ്പിൽ നിൽക്കുക. എന്തെങ്കിലും ദൈവദാസം പഞ്ഞാനമില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മതി, ആ പാട് അവരെ അങ്ങ് കൃപയിൽ നിന്ന് പോകാൻ. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ തോന്നുന്നെല്ലാം പറയാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചു, നിങ്ങളെന്തിനായി കിടന്ന് പുകയ്ക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യത്തിനും അധികം പ്രോബ്ലം നിങ്ങളുടെ ജീവിതത്തിലില്ലേ? നിങ്ങളെന്തിന് വേറൊരാടെ കാര്യവും ഓർത്തിട്ട് ഇങ്ങനെ കിടന്നിട്ട് അവരങ്ങനല്ലേ ബോസ്, അവരിങ്ങനല്ലേ? എന്തിനാ? ഞാൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ പോരെ? പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കൃപയോടുകൂടി ആരെങ്കിലും ഉപദേശിക്കുവാൻ സഭ വരുന്ന പുതിയ വിശ്വാസം, അത് സ്നേഹത്തോടുകൂടി ആരും അറിയാതെ അത് ആ വ്യക്തിയെ എൻകറേജ് ചെയ്യണം. പബ്ലിക്കിൽ പറയുമ്പോൾ ഡിസ്കറേജ്മെൻ്റ് ആവും. അതിന് പാസ്റ്റർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പറയുക. നിങ്ങളെ ദൈവാത്മാവ് ഏൽപ്പിച്ച എന്തെങ്കിലും ഒരു വിഷയം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് വളരെ പരിശുദ്ധാത്മാ പരിജ്ഞാനത്തിൻ്റെ ആത്മാവാകിയാൽ അവരെ എൻകറേജ് ചെയ്യണം. കുറ്റപ്പെടുത്തുകയല്ല, അവരെ എൻകറേജ് ചെയ്യണം. അതാണ് നമ്മളെ ഏൽപ്പിക്കുവാനുള്ള ശുശ്രൂഷ. പക്ഷേ ഈ കൃപ വിട്ട് അകന്നു പോകുമ്പോൾ കയ്പിൻ്റെ പേര് ഈ സഭയിലെല്ലാം ഉള്ള കാര്യമാണ്. കയ്പിന് അവിടുത്തെ മത്സരം, അങ്ങോട്ട് കണ്ടുകൂടാ മത്സരം. കയ്പ്, അവരങ്ങനെ ഇവരങ്ങനെ. കാരുടെ ഉള്ളിൽ കൃപ വിട്ട് അകന്നു പോയാൽ ആദ്യം വരുന്നതാണ് എന്തുവാണ്? കയ്പിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? ഹല്ലേലൂയ. കൃപയിലുള്ളപ്പോൾ മധുരം. എൻ്റെ സഹോദരനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം. ഐ എം പ്രൗഡ് ഓഫ് മൈ ബ്രദർ. എത്ര പേർക്ക് പറയാൻ പറ്റും? കുറവുകളൊക്കെ ഉണ്ട്, മനുഷ്യനല്ലേ, ശരിയായി വരും. സ്നേഹത്തിൽ നമ്മളതൊക്കെ അങ്ങ് ക്ഷമിക്കും. നമ്മുടെ മക്കളൊക്കെ പല കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പുറത്താക്കും എന്നൊക്കെ ഞാൻ പറയും പലപ്പോഴും. എന്നാലും തീരെ നിവൃത്തിയില്ലല്ലോ ആ സ്റ്റെപ്പിലേക്കൊക്കെ കടക്കത്തുള്ളൂ. സ്നേഹമുള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ക്ഷമിക്കും. വേറൊരാളുടെ കാര്യമാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുമില്ല. അതങ്ങ് കടന്ന് ഇവിടെ തിളച്ച് കയ്പിൻ്റെ പേരായിട്ടിരിക്കും. കാരണം എന്നാ?
മക്കളോടാകുമ്പോൾ സ്നേഹമുണ്ട്, പുറത്തുള്ളവരോടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളൊരു സഹോദരിയോടാകുമ്പോൾ സ്നേഹമില്ല. അതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ കൃപയുള്ളപ്പോൾ കയ്പല്ല വരുന്നത്, മധുരം വരും. ഐ ആം പ്രൗഡ് ഓഫ് മൈ ബ്രദർ. അല്ലെങ്കിൽ അവരെപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കും, അവരെ എൻകറേജ് ചെയ്യും. കൃപയില്ലെങ്കിലോ ആരും കൃപയിൽ നിന്ന് അകന്നു പോയി. ഒന്ന് കയ്പിൻ്റെ പേര്, രണ്ടാമത് പിന്നെ ഈ കയ്പ് അങ്ങോട്ട് വന്ന് ഞാൻ എന്നും വന്നിരിക്കുക. കാരണം അപ്പോൾ അവർ കയ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നടക്കുന്നത് എങ്ങനെ? കണ്ടോ പാസ്റ്ററെ, ഞാൻ പറഞ്ഞില്ലേ അവരെ പറ്റി? കണ്ടില്ലേ ഇച്ചിരി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അവർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് എന്തെങ്കിലും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പാസ്റ്ററെ, കണ്ടില്ലേ? അപ്പം ഈ എന്തോ പിന്നെ ശ്രദ്ധിക്കുന്നത്, എവിടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം കുറ്റം കണ്ടുപിടിച്ച് അല്ലേ, ഇപ്പം നിങ്ങൾ എന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചെന്നിരിക്കും. ഞാനും മനുഷ്യനല്ലേ, സൂപ്പർമാനൊന്നും അല്ലല്ലോ, ദൂതനൊന്നും അല്ലല്ലോ, അല്ലല്ലേ, മനുഷ്യനല്ലേ, നിങ്ങളെപ്പോലെ ഒരു പച്ച മനുഷ്യനല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ പിന്തുടർന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾ വേറൊരു രീതിയിൽ നോക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ അകത്തും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ കണ്ടെന്നിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് സ്നേഹമില്ല. കൃപയിലാണെങ്കിലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എല്ലാം ഇടപെട്ടുണ്ട്. അപ്പം ആരും കൃപ വിട്ട് പോയാൽ ഉടനെ ആദ്യം വരും കയ്പ്, പിന്നെ രണ്ടാമത് കലക്കം, പിന്നെ മൂന്നാമത് ഈ കലക്കം ഉണ്ടാകുമ്പോൾ എന്തോ ഉണ്ടാകുന്നത്, സഭയ്ക്കകത്തൊരു കലക്കം ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ വിഷയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആകെപ്പാട് അന്യോന്യം നിങ്ങളുടെ സ്നേഹം പോവും, നിങ്ങൾ എന്നോടുള്ള സ്നേഹം പോവും, എനിക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥതയും പോവും. സഭയിൽ ആകെപ്പാട് കലക്കവും പിന്നെ അനേകര നിമിത്തം അവരോട് കൃപയിൽ നിന്ന് പോവും. അവർ കൃപയിൽ നിന്ന് പോകുമ്പോൾ അവർ മലിനപ്പെട്ടു പോകുമ്പോൾ, കൃപയിൽ നിന്ന് പോയാൽ ഉടനെ അവർ മലിനപ്പെട്ടു പോകും. അപ്പോൾ അവർ ആത്മീയമായിട്ട് ക്ഷീണിച്ച് മലിനപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ കണക്കൂട് ഈ കലക്കം ഉണ്ടാക്കുന്നവനും ഈ കയ്പിൻ്റെ പേര് പറയുന്നവൻ പറയണം. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് വളരെ പ്രാധാന്യത്തെ വായിച്ചേ. കൃപയിൽ നിന്ന് പോയാൽ മലിനമാവും, ദുർനടപ്പ് വരും. സഭ കേട്ടാൽ ഞെട്ടുന്ന ഒരു പാപമായിരുന്നു അവിടുത്തെ ഒരു പ്രധാനിക്ക് കൊരിന്ത്യ സഭയിൽ. ജാതികൾ കേട്ടാൽ അയ്യേ എന്ന് പറയും, അറയ്ക്കും. അങ്ങനത്തെ. പക്ഷെ പുറത്ത് നോക്കുക അതൊന്നും അറിയത്തില്ല, ഇത്രയും ഡീസൻ്റായിട്ട് നടക്കുന്നൊരു മനുഷ്യരല്ലേ. പാപം കേട്ടപ്പോൾ ജാതികൾ കേട്ട് അറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കും. അപ്പം ദുർനടപ്പ്, കൃപയിൽ നിന്ന് അകന്നു പോയാൽ ദൈവദാസനാണെങ്കിലും ദൈവമൈതലാണെങ്കിലും എന്തുണ്ടാവും, പിന്നെ അവൻ അതുകൊണ്ടാണ് ആരും കൃപയിൽ നിന്ന് അകന്നു പോകല്ലേ സഭയോട് പറയുക. ദുർനടപ്പുണ്ടാവും, പിന്നെ അതെന്തുവാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഊണിന് എന്തോ യേശാവ് ചെയ്ത് എന്തുവാ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. എനിക്ക് പിന്നെ സ്വർഗം അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. മണവാട്ടി അതൊക്കെ നടന്നില്ല. എവിടെയെങ്കിലും സ്വർഗത്തിലൊരു മൂല കിട്ടിയാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു പാസ്റ്റർ പണ്ട് പ്രസംഗിന്ന് കേട്ടുണ്ട്, സ്നാനപ്പെട്ടോ നീ സ്വർഗത്തിൽ പോകും. അതും പിടിച്ചുകൊണ്ടിരിക്കുക. ബൈബിൾ അങ്ങനെ പറയുന്നില്ല കേട്ടോ. ബൈബിൾ അങ്ങനെ സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം വരെയും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുകയും നിന്ന് അനുഭവിക്കുകയും അവസാനം വരെയും ജയാളിയായിട്ട് തീർന്നാൽ, അവസാനം വരെ ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിച്ചാൽ മാത്രമേ ഇവിടെ പോകത്തുള്ളൂ. അതുകൊണ്ട് ആ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ, ഭയത്തോടുകൂടി വിറയലോടുകൂടിയും ആ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഐ മൈറ്റ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ്. പഠിപ്പിച്ച പൗലോസ് പോലും അവസാനം കൃപയിൽ നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? താൻ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് തന്നെയാണ് പൗലോസും തൻ്റെ പ്രസംഗത്തിൽ കൂടെ ഓർപ്പിക്കുന്നത്. അതാണ് എൻ്റെ ടെൻഷൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കണ്ടു, ആരും ഒരു ഊണിന്. യേശാവ് ശരിക്കും ആദ്യജാതനാണ്. ഇസ്രയേലിൻ്റെ പ്രമാണം അനുസരിച്ച് ആദ്യജാതൻ യഹോവയ്ക്കുള്ളതാണ്. ഫസ്റ്റ് ബോൺ യഹോവയ്ക്കുള്ളതാണ്. ആദ്യജാതൻ അവർ കർത്താവിൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, അവരുടെ കാര്യങ്ങളല്ല. ആദ്യജാതൻ പ്രത്യേകതയോട് നിൽക്കണം. ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ നിൽക്കുന്ന പോലെ നിൽക്കണം. ആദ്യജാതൻ ഒരു വീണ്ടെടുപ്പ് വില ദൈവസന്നിധിയിൽ കൊടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ബോൺ ഈസ് ഫോർ ദ ലോർഡ്. അവൻ ദൈവത്തിന് വേണ്ടിയുള്ളവനാണ്. അതൊന്നും ഏശാവിനൊരു വിഷയമല്ല. ഏശാവ് ഭയങ്കര അത്യധ്വാനിയാണ്. പുള്ളിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ ചിന്തിച്ച് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ തനിക്ക് എന്ത് വേണം, ഒരു നല്ലൊരു സൂപ്പ്, പായസം, ഭക്ഷണം. സൂപ്പ് ഇംഗ്ലീഷ് വിളിക്കുന്ന മലയാളത്തിൽ പായസം എഴുതി. എന്തുമായാലും നല്ല വിശന്നിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളത് എനിക്ക് അത് മാത്രമേ. പിന്നീടല്ലേ മണവാട്ടിയും സ്വർഗവും പ്രമാണവും എന്നെ വിളിച്ച വിളിയും ആദ്യജാതൻ യഹോവയ്ക്ക് ആദ്യജാതനാന്ന് പോലും താൻ മറന്നുപോയി. അപ്പോഴാണ് ഈ ഇളയ കുറുക്കൻ വരുന്നത്. ഇവൻ വില്ലനാണ്, ഇവൻ കുറുക്കനാണ്. ഇവൻ ഈ കഴിവില്ലാത്തവർക്ക് പിന്നെ ഈ കുരുട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏശാവ് അങ്ങനല്ല. ഏശാവ് പ്രാപ്തനാണ്. ദൈവം ട്രെയിൻ ചെയ്തതാണ്, ദൈവം ശക്തനായിട്ട് നിർത്തിയതാണ്. കാലേബിനെ പോൽ നിൽക്കേണ്ടതായിരുന്നു. 80-ാം വയസ്സിലും ഞാൻ ഈ മലയെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഏശാവിനെ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ട്.
ഏശാവ് വേറൊന്നുമല്ല, എബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കൾ എന്ന് ഇസ്രായേലിൽ വിളിക്കേണ്ട പകരം ശരിക്കും ബൈബിളിൽ എന്തുമായിരുന്നു എഴുതേണ്ടത്? എബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും ഏശാവിൻ്റെ മകൻ എന്ന് എഴുതേണ്ട. എവിടൊക്കെ യാക്കോബിൻ്റെ സന്തതി, യാക്കോബിൻ്റെ ദൈവമെന്നും നമുക്ക്, അവിടൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ പാടേണ്ടത്? അതിനു വേണ്ടി ദൈവം ഏശാവിനെ വിളിച്ചതേ. അവനപ്പുറത്തെ അവൻ്റെ ശരീരത്തിന് വേണ്ടത് അവന് വേണം. അപ്പം അനിയൻ ചോദിച്ചു, ജ്യേഷ്ഠാവകാശം ഇങ്ങ് തരൂ. അത് വിളിയാ ദൈവമക്കളെ, അത് വെറും ഒരു ജ്യേഷ്ഠാവകാശം, അതൊരു അവകാശം, ദൈവം തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കോളിംഗ് ആണ്, അതൊരു വിളിയാണ്. താൻ ട്രേഡ് ചെയ്തു. നീ കഴിക്കാനുള്ളത് ഇങ്ങ് തന്നാൽ നിനക്ക് ജ്യേഷ്ഠാവകാശം എന്തോ വേണം, ഞാൻ നിനക്കങ്ങ്. താൻ വിചാരിച്ചത് എന്തുവാ, ഇത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ തിരിച്ച് വാങ്ങിക്കുമോ, ഞാനെപ്പോഴും ജ്യേഷ്ഠനല്ലേ? നോ. ഈ കോളിംഗ് ഒരിക്കൽ കോംപ്രമൈസ് ചെയ്താൽ, ഇതൊരിക്കൽ ലോകവുമായിട്ട് ദ്രവ്യാഗ്രഹവുമായിട്ട് ട്രേഡ് ചെയ്താൽ, ലോകത്തിൻ്റെ സ്ഥാനവുമായിട്ട് ട്രേഡ് ചെയ്താൽ, ഇത് ലോകത്തിൻ്റെ ചില സുഖവുമായിട്ട് ട്രേഡ് ചെയ്താൽ, ഇവിടെ നമ്മളെ ആൾക്കാർ മാനിക്കണം ട്രേഡ് ചെയ്താൽ പിന്നെ ഇത് തിരിച്ച് കിട്ടത്തില്ല. ഈ വിളി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ഈ കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ഈ പ്രൈസ് അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ഇത് ഹല്ലേലൂയ കരഞ്ഞാലും വീണ്ടും കിട്ടത്തില്ല. നിങ്ങളുടെ മേലുള്ള കൃപ, വിളി, അഭിഷേകം, അതിൻ്റെ വില, അതിൻ്റെ ശ്രേഷ്ഠം, അതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണമേ പ്ലീസ്. പ്രൈസ് ലോർഡ്. ഏശാവ് പിന്നീട് ഒത്തിരി കരഞ്ഞു കാണും. നോ, യു വോണ്ട് ഗെറ്റ് ഇറ്റ് ബാക്ക്. അത് കഴിഞ്ഞ് പിന്നെ പരിശുദ്ധാത്മാവേ അവൻ്റെ മേലങ്ങ് പോയി. പിന്നെ രണ്ട് ജാതിക സ്ത്രീയെയും കല്യാണവും കഴിച്ച് പിന്നെ അവൻ്റെ പോക്കേ വല്ലാതായി പോയതുകൊണ്ട് പിന്നെ അവനെപ്പറ്റി അധികം ഒന്നും തിരുവചനത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഏശാവിന് വേണ്ടി അപ്പോഴെൻ്റെ കാര്യം നടക്കണം. പലരും ദൈവമക്കൾ ചെയ്യുന്ന പോലെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴത്തെ ചില ലോകത്തിൻ്റെ വിഷയം, ബാക്കിയൊക്കെ ശുശ്രൂഷ വിളിയൊക്കെ പിന്നീട്. ഇപ്പോഴത്തെ എൻ്റെ വിഷയം നടക്കണം എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഏശാവുമാരോടും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുവാ, നിന്നെ വിളിച്ച വിളിക്കനുസരിച്ച് നീ നിന്നോണം. നിന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച വിഷയം നീ പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. പ്രൈസ് ലോർഡ്. ബാക്കിയുള്ള കാര്യം എന്തു ചെയ്യും? ദൈവം നോക്കിക്കോളും. ഞാൻ പറഞ്ഞത്, നമ്മളെ ഏൽപ്പിച്ച വിഷയം പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള എന്തെങ്കിലും വിഷയം, അത് നമ്മുടെ പേഴ്സണൽ വിഷയമൊക്കെ ആര് നോക്കിക്കോളും? ഇത് നമ്മൾ ആര് പ്രാക്ടീസ് ചെയ്യണം ജീവിതത്തിൽ? ഞാനും നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ. പ്രൈസ് ലോർഡ്. ബാക്കി കാര്യങ്ങളൊക്കെ ഗോഡ് ഈസ് ഇൻ ചാർജ്. നമ്മൾ ഭാരപ്പെടുന്നതിനേക്കാൾ നന്നായിട്ട് ദൈവം ഓൾറെഡി മുന്നമേ കരുതിയിട്ടുണ്ട്. നമ്മൾ എത്ര ഭാരപ്പെട്ടാലും ദൈവം കരുതിയതേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഏശാവിന് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശവും ശുശ്രൂഷയും വിളിയും നഷ്ടപ്പെടുത്തി ഏശാവിനെ പോലും നിങ്ങൾ ആകല്ലേ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അവൻ വിളി നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ ഇതൊട്ട് പൊട്ടന് മനസ്സിലായോ? വയറു നിറച്ചങ്ങോട്ട് കൊടുത്തു യാക്കോബ്. അവൻ വിചാരിച്ചു ഇതെന്നും അവൻ്റെ വിശപ്പ് മാറ്റും. ശരിക്കും അങ്ങ് തിന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പം തീർന്നില്ലേ, അതിൻ്റെ എഫക്റ്റും പോയി, അതിൻ്റെ ഗുണവും പോയി. ഇങ്ങനെ ആ ലോകം തരുന്ന നന്മ കിട്ടുമ്പോഴൊരു സന്തോഷം, പിറ്റേ ദിവസം തൊട്ട് സന്തോഷമില്ല. അതിലും വലുതൊന്നും, അത് വീടാണെങ്കിലും വണ്ടിയാണെങ്കിലും അതിന് സമ്പത്താണെങ്കിലും എന്താണെങ്കിലും കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമേ ഉള്ളൂ ദൈവമക്കളെ. അതിൻ്റെ സന്തോഷം നിലനിൽക്കത്തില്ല. അതിനു വേണ്ടി ലോകത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയും നിങ്ങളുടെ വിളി നഷ്ടപ്പെടുത്തല്ലേ. ഇതൊക്കെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എപ്പോഴാണെന്നറിയാം? അവൻ കൃപ വിട്ട് അകന്നു പോകുമ്പോൾ. അപ്പോസ്തലപ്രവൃത്തിയിൽ സഭയെ ഓർപ്പിച്ചു, കൃപയിൽ നിലനിൽക്കണേ. ഇവിടെ പ്രൈസ് ലോർഡ് യെരൂശലേമിലെ സഭയെ ഓർപ്പിക്കുന്നു, കൃപ വിട്ട് അകന്നു പോയാൽ, കൃപ വിട്ട് പിന്മാറിപ്പോയാൽ പിന്നെ കയ്പ്, കൺഫ്യൂഷൻ, അല്ലെങ്കിൽ കലക്കം, ദുർനടപ്പ്, കേട്ടോ, ദുർനടപ്പ്, പാപം, പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ വിഷയത്തിന് അവരുടെ ഏശാവിനെ പോലെ ആയിത്തീരും. വീണ്ടും ലേഖനങ്ങളൊക്കെ ഓർപ്പിക്കുന്നുണ്ട്, ഏശാവിനെ പോലാകല്ലേ. ലോത്ത് ദേശത്തെ മാനിക്കപ്പെടാൻ നോക്കിയതാ. പട്ടണത്തിലെ പ്രധാനിയായിരുന്നു. നാണം കെട്ട്, കുടുംബവും നഷ്ടപ്പെട്ട്, സ്വന്തം പെമ്മക്കളോടൊരു വ്യഭിചാരവും ചെയ്ത് പറയാൻ എനിക്ക് നാണം കെട. അതുപോലെ അവനെ എത്രത്തോളം മാനിക്കപ്പെടാൻ നോക്കിയോ, അതുപോലെ ദൈവം അവനെ അങ്ങ് ലജ്ജിപ്പിച്ചു. അവൻ്റെ സന്തതികൾ മുഴുവനും ജാതികളായി തീർന്നു. എബ്രഹാമിൻ്റെ സഹോദരൻ, അവരുടെ മക്കൾ യഹോവയ്ക്ക് വേണ്ടി നിൽക്കേണ്ടവർ, അവരുടെ സന്തതിയും ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരേണ്ടവരായിരുന്നു. അവരെ അങ്ങനെ ആ കൊച്ചിലെ തൊട്ട് വളർത്തിയെങ്കിൽ, അല്ലെങ്കിൽ അതിന് ആ പ്രാധാന്യത കൊടുത്തെങ്കിൽ കുറഞ്ഞ വർഷം കുഞ്ഞുങ്ങളെങ്കിൽ നിന്നേനെ. ഭാര്യ പോയി ലോകസ്നേഹവും നോക്കി, ഭവനവും നോക്കി, ഭവനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഈ ദേശത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അയ്യോ ഈ ദേശം ഇവിടെ മാനിക്കപ്പെട്ടു തിരിഞ്ഞ് നോക്കി. ലോത്തിനും ചിലപ്പം, പക്ഷെ മക്കളെങ്കിൽ കുറഞ്ഞ വർഷം കൃപയിൽ നിന്നേനെ.
പക്ഷേ ഇവിടെ കൊച്ചിലെ തൊട്ട് മക്കളോട് എന്തുവാ പറഞ്ഞ്, ഞാനും ഫോക്കസ് കൊടുക്കുന്ന ദേശത്ത് മാനിക്കപ്പെടണം, നിങ്ങളും എന്ത് ചെയ്യണം. അവസാനം മാനിക്കപ്പെട്ടല്ലോ മക്കളും മക്കളുടെ സന്തതികളും. നിങ്ങൾ ഓർത്തോണം, എവിടൊക്കെ പ്രമാണം തെറ്റിച്ചാൽ കർത്താവ് കൈവിടും. സാത്താൻ കാത്തിരിക്കുക 7 ഇരട്ടി ഭൂതവുമായിട്ട് വന്ന് അങ്ങോട്ട് ലജ്ജിപ്പിച്ച് നാണം കെടുത്തി വല്ലാതാക്കി കളയും. അതുകൊണ്ട് കൃപയിൽ യഹോവയിൽ നോക്കുന്നവൻ ഒരിക്കലും, അവൻ്റെ മുഖത്ത് നോക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ബി അഷെയിംഡ്, ഹല്ലേലൂയ, നീ ലജ്ജിച്ച് പോകണ്ട എങ്കിൽ കർത്താവിനോട് കരം പിടിച്ച്, കർത്താവേ അങ്ങ് തരാത്തതൊന്നും എനിക്ക് വേണ്ട. നാളെ നമ്മളോടൊരു ചെറിയ സിറ്റുവേഷനിൽ ജീവിക്കാൻ പറഞ്ഞാലും സ്തോത്രം കർത്താവേ, ദൈവകൃപ കോംപ്രമൈസ് ചെയ്ത ഒരു കാര്യവും എനിക്ക് വേണ്ട. അത് പറയുവാനുള്ളൊരു ധൈര്യം. നേരത്തെ എന്തോ പറഞ്ഞ ധൈര്യത്തെപ്പറ്റി ബൈബിൾ എന്തോ പറഞ്ഞ, പുരുഷത്വം പ്രാപിപ്പീൻ. ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എത്ര പാരമ്പര്യമായിട്ട് ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ചെയ്യത്തില്ല. പത്രോസിൻ്റെ ധൈര്യം, ഒരു വാളെടുത്ത് അപ്പോഴേ പടയാളിയുടെ, റോമൻ ചക്രവർത്തിയുടെ പടയാളിയുടെ ചെവി വെട്ടിയവനാണ്. പക്ഷെ നിൽക്കേണ്ട സമയം വന്നപ്പോഴോ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ ഒരാണയിട്ട് പറയുമ്പോൾ എനിക്ക് ആ മനുഷ്യനെ അറിയില്ല. വെള്ളത്തിലോട്ട് എടുത്ത് ചാടി, അയ്യോ ഞാൻ ചാകാൻ പോകുന്നേ, കമന്ന് കിടന്ന് നീന്തുന്നവനാ. ഇവിടെ ആ പാരമ്പര്യ ധൈര്യമൊന്നും ഇവിടെ നിലനിൽക്കത്തില്ല. ഇവിടെ പുരുഷത്വം പ്രാപിപ്പീൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ശക്തിപ്പെട്ട്, ആത്മാവിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദാവീദിന് പറ്റിയ പോലെ ഗോലിയാത്തിൻ്റെ മുഖത്ത് ഗർജിക്കുന്ന ഗോലിയാത്ത്, ആ ഗർജനം അപ്പുറത്തെ മലയിൽ നിന്ന് ഇപ്പുറത്ത് കേൾക്കാം. ആ ഗർജനം കേട്ട് ശൗല് പോലും, ഭയങ്കരനായ ശൗൽ, ഗോലിയാത്തിൻ്റെ അത്രയും ഉള്ളവൻ, ഏകദേശം അല്ലെങ്കിൽ ഇസ്രായേലിൽ ഏറ്റവും സൈസ് ഉള്ളവനാ ആദ്യം നോക്കി രാജാവായിട്ട് തിരഞ്ഞെടുത്ത്. ആ വലിയവനായ ശൗല് പോലും പേടിച്ച് പടച്ചട്ടയം ഇട്ട് പേടിച്ചിരിക്കുക, ആത്തിരിക്കുക. പടച്ചട്ടയമുണ്ട്, വാളുമുണ്ട്, ആത്തിരിക്കുക. ഒരു കൊച്ചു പയ്യൻ ഒരു പടച്ചട്ടയമില്ല, അതാവും വന്ന് പറയാം, ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. സോ എനിക്ക് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ഹല്ലേലൂയ, ദി അനോയിൻമെൻറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. ലോർഡ് ഹസ് അനോയിൻറ്റഡ് മീ ഫോർ എ പേർപ്പസ്. എന്നെ ഒരു ദൗത്യത്തിനു വേണ്ടി ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. ആ അഭിഷേകമാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വചനത്തിൽ പഠിച്ച പോലെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് ആ അഭിഷേകം നിങ്ങളെ മുൻപോട്ട് നടത്തട്ടെ. കൊരിന്ത്യർ സഭയോട് പറഞ്ഞു, നിങ്ങളുടെ മേലുള്ള കൃപ വ്യർത്ഥമായി പോകല്ലേ. ദൈവമക്കളെ, ഈ സമയങ്ങൾ കളയല്ലേ, ഈ അവസരങ്ങൾ കളയല്ലേ, ഈ ജീവിതം പാഴാക്കല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് പ്രയോജനമായിട്ട് ഓരോ നിമിഷവും ഓരോ ദിവസവുമായി തീരട്ടെ. ഈ ജീവിതം അർത്ഥവത്താക്കി തീർത്തതാരാ? എൻ്റെ ജീവിതം അർത്ഥവത്താക്കി തീർത്തത് യേശുവാണ്. നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഈ ജീവിതം വിലയുള്ളതാക്കി തീർത്തതാരാ? എന്തെങ്കിലും മാനം ഈ ദേശം നമുക്ക് അല്പമായിട്ട് തരുന്നുണ്ടെങ്കിൽ ഇതാര് നിമിത്തമാണ് ദൈവമക്കളെ? അല്ലെങ്കിൽ എവിടെയെങ്കിലും സുബോധമില്ലാത്തവനായി കിടക്കേണ്ട എന്നെയും പ്രൈസ് നിങ്ങളെയും ഹല്ലേലൂയ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ യേശു നിമിത്തമല്ലേ? യേശുവിന് വേണ്ടി ജീവിച്ചുകൂടെ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കും.